الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وآله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം, അവനോടുള്ള ആദരവ്, അവനോടുള്ള ബഹുമാനം, അത് നമ്മുടെ ദീനിന്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ, തൗഹീദ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിലുള്ള ഇരു ഷഹാദത്തു കലിമകളിലുള്ള ഈമാൻ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, അവനോടുള്ള ആദരവ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹത്വവും അള്ളാഹുവിനോടുള്ള ആദരവും അള്ളാഹുവിന്റെ മഹത്വവും അവൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ ഈമാൻ അവന് ഉപകാരപ്പെടുകയില്ല. അവൻ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഈമാൻ ഇല്ലാത്തവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം അവൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവന്റെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് അവന് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ മഹത്വം അത് യഥാവിധം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ദീനിന്റെ അടിത്തറയാണ്. അൽ ഉംദത്തുൽ കുബ്റാ ലിൽ ഈമാൻ, ഈമാനിന്റെ നെടും തൂണാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഈമാനില്ല. ഇതില്ലെങ്കിൽ നമ്മുടെ ഷഹാദത്ത് ബാത്തിലാണ്. അതുകൊണ്ട് തൗഹീദുള്ളവർ, ഷഹാദത്ത് അംഗീകരിക്കുന്നവർ ഈ അടിസ്ഥാനം പഠിക്കലും മനസ്സിലാക്കലും ഉൾക്കൊണ്ടത് പ്രവർത്തിക്കലും നിർബന്ധമാണ്. സഹോദരങ്ങളെ, ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 3 മുഖവുരകൾ, ഈ വിഷയത്തെ ബാധിക്കുന്ന 3 അടിസ്ഥാനങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തേത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക, അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ദീനിന്റെ അടിത്തറയാണ്. നമ്മുടെ ഈമാനിന്റെ, നമ്മുടെ അഖീദയുടെ, വിശ്വാസ കാര്യങ്ങളുടെ അടിത്തറയാണ്. ഇതില്ലെങ്കിൽ ഈമാനില്ല, ഇസ്ലാമിന്റെ അഖീദ അത് നേരാമണ്ണ നിലനിൽക്കുകയില്ല. അള്ളാഹുവിനോടുള്ള മഹത്വം ഉൾക്കൊള്ളാതെ എത്ര ഈമാൻ ഉണ്ട് എന്ന് വാദിച്ചാലും എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും അത് സത്യത്തിൽ ഫലത്തിൽ ഇല്ലാത്തതുപോലെയാണ്. ഇതാണ് ഒന്നാമത്തെ അടിത്തറ. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ, അവന് വഴിപ്പെട്ടുള്ള ജീവിതം, അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥ, ഇതിൽ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുവഹ്ഹിദുകൾ പല തട്ടിലാണ്. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. എല്ലാവരുടെയും ഈമാൻ ഒരേ അവസ്ഥയിലായിരിക്കുമോ? ഒരിക്കലുമല്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും. എല്ലാവരും അള്ളാഹുവിനെ അനുസരിച്ചുള്ള അവരുടെ ജീവിതം, അതായത് നന്മകൾ പ്രവർത്തിക്കുന്നു, വാജിബായ കാര്യങ്ങൾ അത് നിർബന്ധമായും അനുഷ്ഠിക്കുന്നു. ഈ വിഷയത്തിൽ ഒരുപോലെ ആയിരിക്കില്ല. ഒരുപോലെ ആയിരിക്കില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും. ഹറാമുകൾ, അനാവശ്യങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുവഹ്ഹിദുകൾ, സലഫികൾ
എല്ലാവരും ഈമാനികമായും അള്ളാഹുവിനനുസരിച്ചുള്ള താഅത്തുകൾ ചെയ്യുന്ന വിഷയത്തിലും മഅസിയത്തുകൾ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിലും എന്തുകൊണ്ടാണ് ഏറ്റക്കുറച്ചില്ലാകുന്നത്, ഒരുപോലെയാകാത്തത്? ഈ വിഷയത്തിലുള്ള ഏറ്റക്കുറച്ചിൽ കാരണമാണ്. അള്ളാഹുവിനോടുള്ള ആദരവ്, അവന്റെ മഹത്വം ഒരാൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നോ അത്രത്തോളം അവൻ ഈമാൻ വർദ്ധിക്കും. അത് കുറച്ചു മാത്രം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈമാൻ കുറയും. അള്ളാഹുവിനോടുള്ള മഹത്വം, അള്ളാഹുവിന്റെ മഹത്വം, അവനോടുള്ള ആദരവ് ഒരാൾ എത്രത്തോളം അധികരിച്ച് ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം അവനിൽ നന്മകൾ വർദ്ധിക്കും. അവൻ അള്ളാഹുവിനെ അധികമായി പേടിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ നിന്ന് അകന്നു നിൽക്കും. അപ്പോൾ നന്മയിലും തിന്മകൾ അകറ്റി നിർത്തുന്നതിലും ഈമാനിലുമെല്ലാം ആളുകൾ ഏറ്റക്കുറച്ചിലാകുന്നത്, പല തട്ടിലാകുന്നത് അള്ളാഹുവിനോടുള്ള ആദരവിലുള്ള ഏറ്റക്കുറച്ചിൽ കാരണമാണ്. ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തെ അടിസ്ഥാനം, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുക, അവനോടുള്ള ആദരവ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന് 3 തലമുണ്ട്. ഒന്നാമത്തേത് അതിന്റെ അടിസ്ഥാനമാണ്, അസ്ൽ. അത് നമ്മുടെ അഖീദയെ ബാധിക്കുന്നതാണ്. നമ്മുടെ അഖീദയിൽ ഉറച്ച വിശ്വാസമായി അള്ളാഹുവിനോടുള്ള ആദരവ് അടയാളപ്പെടുത്തണം. ഇതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തേത് യത്ബഉഹു ഖൗലുൻ മുതാബിഖ്, നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായ അടിയുറച്ച വിശ്വാസം, അതോടനുബന്ധമായ ചില വാക്കുകൾ ഉണ്ടാകും. അള്ളാഹുവിനുള്ള ആദരവ് നമ്മുടെ നാവിലൂടെ, വാക്കിലൂടെ പുറപ്പെടണം. അത് കേവലം ഉള്ളിലുള്ള വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അള്ളാഹുവിനോടുള്ള ആദരവ് നമ്മുടെ നാവിലൂടെ, വാക്കിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണം. അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആദരവ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ സത്യപ്പെടുത്തണം. നമ്മുടെ അമലുകളിലൂടെ നമ്മളത് സത്യപ്പെടുത്തണം. പ്രവർത്തനമായി അത് പ്രകടമാകണം. ഇത് തന്നെയാണ് ഈമാനിന്റെ നിർവചനം. അഹ്ലുസുന്ന വൽ ജമാഅ ഈമാനിന് നൽകുന്ന നിർവചനം അത് ഹൃദയത്തിലുള്ള വിശ്വാസവും നാവുകൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവുമാണ്. കേവല വിശ്വാസം മാത്രമല്ല, കേവല പ്രഖ്യാപനങ്ങൾ, അവകാശവാദങ്ങൾ മാത്രമല്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ചില അനുഷ്ഠാനങ്ങൾ അവയവങ്ങളിലൂടെ പ്രകടിപ്പിക്കൽ മാത്രമല്ല, ഒരേ സമയം വിശ്വാസവും വാക്കും പ്രവൃത്തിയുമാണ് ഈമാൻ. യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അത് അല്ലാഹുവിനെ അനുസരിക്കുക വഴി വർദ്ധിക്കും, അല്ലാഹുവിനെ ധിക്കരിക്കുക വഴി അത് കുറഞ്ഞു പോകും. ഈമാൻ വർദ്ധിക്കാൻ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ അത് ഇളകാതെ, അതിന് ചാഞ്ചല്യമില്ലാതെ, അത് സ്ഥിരതയോടെ നിലനിൽക്കാൻ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ആദരവ് നമ്മുടെ വിശ്വാസത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ വാക്കിൽ, നമ്മുടെ അമലിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ 3 രൂപത്തിലും പ്രകടമാകേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹുവിനോടുള്ള ആദരവ്, മഹത്വം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? 4 കാര്യങ്ങളാണ് അതിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം, അവനോടുള്ള ആദരവ് നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനമായി, വിശ്വാസമായി ഉറക്കേണ്ടത്, സ്ഥിരപ്പെടുത്തേണ്ടത് 4 രൂപത്തിലാണ്. അതിന്റെ ഒന്നാമത്തെ രൂപം, ശബ്ദം കൂട്ടണ്ട, ശബ്ദം കൂടും ഇൻഷാ അല്ലാഹ്. തുടക്കത്തിൽ നമ്മൾ പതിയല്ലേ തുടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. അൽ അംറുൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ അഖീദയെ ബാധിക്കുന്ന വളരെ അടിസ്ഥാനപരമായ വിഷയമാണ്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം. അള്ളാഹുവിനോടുള്ള മഹത്വം നമുക്ക് നാവുകൊണ്ട് പറയാൻ എളുപ്പമാണ്. നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നവരല്ലേ, നമ്മൾ മുവഹ്ഹിദുകളല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ദുആ ചെയ്യുന്നവരല്ലേ, തൗഹീദിന്റെ ആളുകളല്ലേ. നമ്മൾ അള്ളാഹിന്റെ മഹത്വം അംഗീകരിക്കാതെ പോകുന്നുണ്ടോ? ഇതിങ്ങനെ ചോദിക്കാനും പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഇത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് തോന്നും, നമുക്ക് തിരിച്ചറിവുണ്ടാകും, ഇങ്ങനെയാണോ നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളേണ്ടത് എന്ന് നമുക്ക് ആ വിഷയത്തിലോട്ട് വീണ്ടും വിചാരം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ മഹത്വം, അവനോടുള്ള ആദരവ്, അവനോടുള്ള ബഹുമാനം, അവന്റെ വലുപ്പം നമ്മുടെ കൽബിൽ ആദ്യം വാഴണം. നമ്മുടെ കൽബിൽ അത് ഒരിക്കലും പറിച്ചെറിയാൻ പറ്റാത്ത വേരുറച്ച അടിസ്ഥാനമായി
ദൃഢവിശ്വാസമായി അവിടെ ഉറക്കണം മരണം വരെ. ഇതെങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം വിശദീകരിക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാനം. അതിലൊന്നാമത്തെ കാര്യം ഇഅ്തിഖാദു അന്നഹു സുബ്ഹാനഹു അൽ അദീമു ഫീ കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മാണ് അൽ അദീം. അൽ അദീം എന്താണ് അൽ അദീം എന്ന് പറഞ്ഞാൽ? അവൻ അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്, അവൻ അദമത്തുള്ളവനാണ്, അവൻ മഹാനാണ്, അവൻ ബഹുമാനമുടയവനാണ്, ആദരവുള്ളവനാണ്, ഉന്നതനാണ്, അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്. അവനേക്കാൾ മഹാനായ മഹത്വമുടയ ഗാംഭീര്യവും മൗനിത്യവുമുള്ള ഒരാളും തന്നെയില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. അള്ളാഹു എന്തിനേക്കാളും ആരെക്കാളും അൽ അദീം മഹാനാണ്, മഹത്വമുടയവനാണ്. ഇത് അള്ളാഹുവിന്റെ പേരാണ്. അൽ അദീം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. അബ്ദുൽ അദീം എന്ന് മുസ്ലിമീങ്ങൾ പേര് വെക്കും. അൽ അദീമായ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിൽ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അവൻ മഹാനാണ്, മഹത്വമുള്ളവനാണ്. ഫീ ദാത്തിഹി, അവന്റെ ദാത്തിൽ. ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മലയാളത്തിൽ ഒരു വാക്കുകൊണ്ട് അതിന്റെ അർത്ഥം പറയാൻ പ്രയാസമാണ്. നമ്മുടെ ദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന അസ്തിത്വം, നമ്മുടെ ശരീരം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മഹത്വത്തിന് യോജിച്ച ദാത്തുണ്ട്. അതങ്ങനെ തന്നെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം ഭാവനയല്ല, കേവലം സങ്കല്പമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹഖീഖത്തുണ്ട്, അവന് ദാത്തുണ്ട്, അവന് യോജിച്ച രൂപത്തിൽ. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവനവന്റെ ദാത്തിൽ തന്നെ, പഴയ ആളുകൾ അവന്റെ സത്ത എന്നൊക്കെ പറയലുണ്ട്, അവന്റെ ദാത്തിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ പഴയ പള്ളിദർസിലെ മുസ്ലിയാക്കന്മാരുടെ രീതി വെച്ചിട്ടാണ് ഈ ദാത്തിന് തടി എന്ന് പറയുന്നത്. അതെല്ലാം പരിമിതമാണ്, അതിനെല്ലാം എന്തെങ്കിലും ന്യൂനത ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദാത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ പ്രത്യക്ഷ രൂപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് ആരോട് ഉപമിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതൊരു ഭാവനയല്ല, ഒരു സങ്കല്പമല്ല. മനസ്സിലായോ? അള്ളാഹുവിന്റെ ദാത്തുണ്ട്, എങ്ങനെ നമുക്കറിയില്ല. അവന് യോജിച്ച രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ. ആ ദാത്തിൽ അവൻ മഹാനാണ്. അൽ അദീമു ഫീ ദാത്തിഹി. എന്താണ് ദാത്തിൽ അവൻ മഹാനാണെന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ വലുപ്പം എത്രയാണ് നമുക്കറിയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാൽപാദം വെക്കുന്ന കുർസി, അൽ കുർസി, ആയത്തുൽ കുർസിക്ക് ആ പേര് ലഭിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ കുർസിയെ പറ്റി അവിടെ പരാമർശിക്കുന്നതുകൊണ്ടാണ്. എന്താണ് ആ കുർസിയുടെ വലുപ്പം? ആ കുർസി അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന, അള്ളാഹുവിന് അവന്റെ മഹത്വത്തിന് യോജിച്ച കാൽപാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതെങ്ങനെ, ആരെപ്പോലെ, എന്താണ് അതിന്റെ രൂപം, എന്താണ് അതിൽ നമുക്കറിയില്ല. പക്ഷെ അള്ളാഹുവിന് അനുയോജ്യമായ രൂപത്തിൽ അതുണ്ട്. വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവന്റെ കാൽപാദം വെക്കുന്ന പീഠം, അവന്റെ കാൽപാദം വെക്കുന്ന മൗദിഉൽ ഖദമൈൻ സ്ഥലമാണ് കുർസി. ആ കുർസിയുടെ വലുപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആകാശഭൂമികളെ ആ കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഒന്നിനു മുകളിൽ ഒന്നൊന്നായിട്ടുള്ള 7 ആകാശങ്ങൾ, ഒന്നിന് താഴെ ഒന്നൊന്നായ 7 ഭൂമികൾ. ഇത് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. 7 ആകാശങ്ങൾ മുകളിലേക്കുള്ളത് പോലെ 7 ഭൂമികൾ താഴേക്കുണ്ട്, അടിയിലേക്കായി. ഇത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ശാസ്ത്രം കണ്ടെത്താലും ശരി, കണ്ടെത്തിയില്ലെങ്കിലും ശരി. ഈ 7 ഭൂമികളും 7 ആകാശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാൽപാദം വെക്കുന്ന സ്ഥാനം മാത്രമായ കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ വലുപ്പം എത്ര നിസാരമാണ്. മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടൊരു വളയത്തെ പോലെ, ഒരു വട്ടക്കണ്ണിയെ പോലെ. ഈ മഹാ ആകാശങ്ങളും ഭൂമികളും അള്ളാഹുവിന്റെ കാൽപാദം മാത്രം വെക്കുന്ന കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഇത്ര നിസാരമായിരിക്കും, മഹാവിശാലമായ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വളയത്തെ പോലെ. ഇതാണ് അള്ളാന്റെ കുർസിന്റെ വലുപ്പം. ഈ കുർസി അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശിൽ കൊണ്ടുപോയി വെച്ചാൽ, ആ സിംഹാസനത്തിന് മുകളിലാണ് അള്ളാഹുവിന്റെ സ്ഥാനം. അതിന് മുകളിൽ അവൻ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനത്തിൽ ഈ കുർസി പോയി കൊണ്ടുവച്ചാൽ ഇതേ അവസ്ഥയാണ്. മഹാമരുഭൂമിയിൽ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു വട്ടക്കണ്ണി, ഒരു വളയം കൊണ്ടുപോയിട്ടതുപോലെ. ആകാശഭൂമികൾ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസിക്ക് എത്ര വലുപ്പമാണ്. ആ കുർസി അപേക്ഷിച്ച് അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അർശിന് എത്ര വലുപ്പമാണ്. ആ അർശിന് മുകളിൽ ഉപവിഷ്ടനായ ഇസ്തിവാ ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ ദാത്ത് കൊണ്ട് എത്ര മഹാനാണ്, വലുപ്പമുള്ളവനാണ്. സങ്കല്പിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല.
അത്രമേൽ മഹാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ട് തന്നെ. അൽ അലീമു ഫീ ദാതിഹി, അല്ലാഹു അവന്റെ ദാത്ത് കൊണ്ട് ഇത്രയും മഹാനാണ്. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അതല്ലാതെ അള്ളാഹുവിനെ കേവല ഭാവനയായി, സങ്കല്പമായി, കേവല വിശ്വാസമായിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യാഥാർത്ഥ്യമില്ലാത്തൊരു മിഥ്യയായ ഒരു പ്രതിഭാസമായിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹു അവന്റെ ദാത്തിൽ അങ്ങേയറ്റം മഹാനാണ്. ഇപ്രകാരം വഅസ്മാഇഹി, അള്ളാഹു അവന്റെ അസ്മാകളിൽ, അവന്റെ അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളിൽ അതിമഹാനാണ്. അൽ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിന്റെ പ്രത്യേകത എന്താണ്? അവന്റെ അറിവിനൊരു അജ്ഞത മുൻകടന്നിട്ടില്ല. അള്ളാഹുവിനെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പലതും അറിയാതെയാണ് അറിയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങൾ നമ്മൾ അറിയാത്തതാണ്, നമ്മൾ അറിയുന്നു. ഇതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന് അങ്ങനെ അറിവില്ലായ്മ, അജ്ഞത എന്നൊരു മുന്നവസ്ഥയുണ്ടോ? ഇല്ല. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറക്കുന്നു. ഭാവിയിൽ നമുക്ക് മറവി പിന്നീട് സംഭവിക്കുന്നു. അള്ളാഹുവിന്റെ അറിവ്, അതിൽ മറവി സംഭവിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അജ്ഞതയില്ലാതെ, മറവി സംഭവിക്കാതെ, എല്ലാം കൃത്യവും വ്യക്തവും സൂക്ഷ്മവും സ്പഷ്ടവുമായി സ്ഥലകാല ഭേദമന്യേ ചൂഴ്ന്ന് അതിന്റെ യാഥാർത്ഥ്യം അതെങ്ങനെയാണോ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇങ്ങനെ ഇത് അള്ളാഹുവിന്റെ അൽ അലീം എന്ന പേരിന്റെ മാത്രം ചെറിയ വിശദീകരണമാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ച എത്രയോ നാമങ്ങൾ, എത്രയോ അസ്മാകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച എത്രയോ അസ്മാകൾ, ഇതിന്റെ എല്ലാം അർത്ഥത്തിലും വസിഫാത്തി, അതിൽ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളിലും അള്ളാഹു മഹാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോ അസ്മാകളും ഓരോ സിഫാത്തുകളും നാമഗുണ വിശേഷണങ്ങളും പഠിക്കുന്തോറും അള്ളാഹുവിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അവന്റെ വലുപ്പവും സ്ഥാനവും അവനോടുള്ള ആദരവും വർദ്ധിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹു അവന്റെ ദാത്തിലും അസ്മായിലും സിഫാത്തിലും അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. വഹിക്മതിഹി, അവന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള യുക്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങൾ, അവൻ സ്വർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ അവന്റെ അടിമകൾക്ക് അവന്റെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് നിയമമാക്കിയിരിക്കുന്നു, ശറഅാക്കിയിരിക്കുന്നു, നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു, വർഷത്തിലൊരു മാസക്കാലം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ യുക്തിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവർത്തനത്തിനു പിന്നിലും കേവല യുക്തിയില്ലാതെയുള്ള കേവല പ്രവർത്തനങ്ങളായി അള്ളാഹു ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അവനൊന്നും പ്രവർത്തിക്കും. ചിലത് നമുക്കറിയാം, ചിലത് നമുക്ക് അള്ളാഹു അറിയിച്ചു തരും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, ചിലത് അള്ളാഹു അറിയിക്കാതെ രഹസ്യമാക്കി വെക്കും. നമുക്ക് ആവശ്യമുള്ളത് അവൻ അറിയിച്ചു തരും, ആവശ്യമില്ലാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരാതിരിക്കും. നമുക്ക് യുക്തി അറിയാത്ത കാര്യങ്ങളുടെ പിന്നിൽ ചകഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ യുക്തി ഇല്ല എന്നല്ല, നമുക്കറിയാത്ത കാര്യങ്ങളുടെ പിന്നിലും അള്ളാഹുവിന് യുക്തിയുണ്ട്. നമുക്കത് അറിയില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ യുക്തി അതിന് പിന്നിലില്ല എന്നതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന് യുക്തിയുണ്ട്, കൃത്യമായ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ ഹിക്മത്തിൽ, യുക്തിയിൽ അവൻ അതിമഹാനാണ്. അവനേക്കാൾ യുക്തിജ്ഞനായ ഹിക്മത്തുള്ള ഒരാളുമില്ല. ആകാശഭൂമികളെ അവൻ പടച്ചത് വെറുതെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെയും ഇൻസിനെയും പടച്ചത് വെറുതെയല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജീവിതത്തെയും മരണത്തെയും അവൻ പടച്ചത് വെറുതെയല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നമുക്ക് പരീക്ഷണമായിട്ടാണ്. ആരാണ് ആ ജീവിത മരണത്തിനിടയ്ക്ക് ഏറ്റവും നന്നായി അള്ളാഹുവിന് പ്രവർത്തിക്കുന്നത്, ഇഖ്ലാസോടെ ഇത്തിബാഅോടുകൂടി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും പിന്നിൽ യുക്തിയുണ്ട്. അതിലവൻ മഹാനാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം ഉൾക്കൊള്ളേണ്ടതിന്റെ ഒന്നാമത്തെ രൂപം. ഇങ്ങനെ മഹത്വത്തിന്റെയും ആദരവിന്റെയും പരിപൂർണതയുടെയും എല്ലാ വിശേഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിരുപാധികമുണ്ട് എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന്റെ ദാത്തിൽ, അവന്റെ അസ്മായിൽ, അവന്റെ സിഫാത്തിൽ, അവന്റെ പ്രവർത്തനങ്ങളുടെ ഹിക്മത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം, അവന്റെ സംസാരത്തിൽ പരിശുദ്ധ ഖുർആൻ അവന്റെ സംസാരമാണ്. ഒരു വാക്കുപോലും, അതിലൊരു വാചകം പോലും യുക്തിയില്ലാത്ത, മഹത്വമില്ലാത്ത,
ഗൗരവമില്ലാത്ത വെറും വാക്കായിത്തീരുന്ന ഒന്നുമില്ലാതെ അവന്റെ സംസാരത്തിലും അവൻ അതിമഹാനാണ്. അവന്റെ സംസാരത്തിന് നമ്മൾ അതിമഹത്വം കൽപ്പിക്കേണ്ടതാണ്. ഖൈറുൽ ഹദീസി കിതാബുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വാക്കുകളിൽ ഏറ്റവും ഖൈറായ വാക്ക് അല്ലാഹുവിന്റെ കലാമാണ്, പരിശുദ്ധ ഖുർആനാണ്. ഇങ്ങനെ വകുല്ലു മാ യതഅല്ലഖു ബിഹി, അല്ലാഹുമായി ബന്ധപ്പെടുന്ന അവനോട് ചേരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വഅന്ന ലഹുൽ കമാലുൽ മുത്ലഖ്, അല്ലാഹുവിന് പരിപൂർണതയുടെ എല്ലാ അർത്ഥവുമുണ്ട്, അത് നിരുപാധികമുണ്ട്. അള്ളാഹുവിലേക്ക് ചേരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവന്റെ വാക്കാകട്ടെ, അവന്റെ പ്രവൃത്തിയാകട്ടെ, അവന്റെ യുക്തിയാകട്ടെ, അവന്റെ നാമങ്ങളാകട്ടെ, അവന്റെ വിശേഷണങ്ങളാകട്ടെ, അവന്റെ ദാത്താകട്ടെ, അതിലെല്ലാം അവൻ പരിപൂർണനാണ്, നിരുപാധികം. അത് യാതൊരു കണ്ടീഷനുമില്ല, ഉപാധിയുമില്ല, നിരുപാധികം പരിപൂർണതയുടെ. പണ്ഡിതന്മാർ പറയുന്നു അക്മലുഹു ഔസഉഹു, അതിന്റെ ഏറ്റവും പാരമ്യതയിൽ, അതിനപ്പുറത്തേക്കില്ല. അതിന്റെ ഏറ്റവും വിശാലതയിൽ, അതിനപ്പുറത്തേക്ക് വിശാലതയില്ല. അതിന്റെ ഏറ്റവും മാക്സിമം ലെവലിൽ അള്ളാഹു പരിപൂർണമായും അതെല്ലാം അവനിലേക്ക് ചേരുന്നു. ഇങ്ങനെയുള്ള മഹാനാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്കിത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ കൂടുതൽ ബോധ്യപ്പെടും. അടുത്ത വശങ്ങളിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനൊരു കുറവ്, അതിലെന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ന്യൂനത, അത് പോരാ, കാലഘട്ടത്തോട് യോജിക്കില്ല, അത് പറയേണ്ടതില്ല, അത് മൂടിവെക്കാം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കുറച്ചിൽ, ലജ്ജ, ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹു മഹാനായ റബ്ബിന്റെ സംസാരമാണിത്, അവന്റെ വഹയാണിത്, നമുക്ക് ബോധ്യമുണ്ടാകും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മായിൽ, അവന്റെ സിഫാത്തിൽ, അവന്റെ ദാത്തിൽ, അവന്റെ ഹിക്മത്തിൽ, അവന്റെ കലാമിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവനോട് ചേരുന്ന എല്ലാ വിഷയത്തിലും അവൻ മഹാനാണ്, മഹത്വമുള്ളവനാണ്, പരിപൂർണനാണ്, നിരുപാധികം. കാരണം അവന്റെ പേരെന്താണ്? അൽ അദീം. അൽ അലീം എന്നവന്റെ പേരിൽ ഈ അർത്ഥങ്ങളെല്ലാം അർഹിക്കുന്നുണ്ട്. അതവന്റെ പേരാണ്. അൽ അലമത്ത് എന്നത് അവന്റെ വിശേഷണമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അൽ അംറു സാനി, ശ്രദ്ധിക്കണം. اعتقاد أنه منزه عن كل نقص وعيب وسوء جل ربنا وعز. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ എതിർവശം, അള്ളാഹുവിന് പരിപൂർണതയുടെ, മഹത്വത്തിന്റെ, ആദരവിന്റെ എല്ലാ ഗുണങ്ങളും വിശേഷണങ്ങളും അതിന്റെ പാരമ്യതയിൽ അവനുണ്ട്. അത്രമേൽ മഹാനാണ് അവനെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം കുറവിന്റെ, ന്യൂനതയുടെ, ദോഷത്തിന്റെ, അതല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും വിശേഷണങ്ങൾ അള്ളാഹുവിന് ഒരു നിലക്കുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു കുറവുമില്ല, യാതൊരു ന്യൂനതയുമില്ല. അവന്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ ഒരു മോശമായ ഒന്നും, അതിന്റെ ഒരു അംശം പോലും, ഒരു ലാഞ്ചന പോലും അവനിലേക്ക് ചേരുകയില്ല. അവൻ അതിൽ നിന്നെല്ലാം മുനസ്സഹുൻ, പരമപരിശുദ്ധനാണ്. അവൻ അതിൽ നിന്നെല്ലാം വാഴ്ത്തപ്പെടേണ്ടവനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ മഹത്വമുടയവനാണ്. ഉദാഹരണത്തിന് സൃഷ്ടികൾ, അവരുടെ വിശേഷണങ്ങൾ, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ, അവർക്ക് തന്നെ പല ന്യൂനതകൾ ഉണ്ടാവും. ഇപ്പോ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സൃഷ്ടി, ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ചാബല്യങ്ങളും കുറവുകളും ഉണ്ടായിട്ടില്ലേ? നബി ഉറങ്ങിയിട്ടില്ലേ? നബി വിവാഹം കഴിച്ചിട്ടില്ലേ? നബി ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നബിക്ക് രോഗം ബാധിച്ചിട്ടില്ലേ? നബിക്ക് ക്ഷീണമുണ്ടായിട്ടില്ലേ? നബിക്ക് സഹായികൾ ആവശ്യമുണ്ടായിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികൾ പിന്തുണ നൽകിയില്ലേ? ഇതെല്ലാം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു സൃഷ്ടി എന്ന നിലക്ക് സംഭവിക്കുന്ന കുറവുകളാണ്, നിരാശ്രയത്വമാണ്, ആശ്രയത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവനൊരു കുറവില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹുവിന് ഒരു മയക്കം, സിനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തൂങ്ങൂലേ, ഒരു നേരിയ മയക്കം, അതുപോലെ അള്ളാഹുവിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉറങ്ങുന്നില്ല, അവനതിന്റെ ആവശ്യമില്ല. ലാ യൻബഗി ലഹു അൻ യനാം. അള്ളാഹുവിന് ഉറങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്താ?
അവനൊരു കുറവുമില്ലാത്തവനാണ്, ഒരു ന്യൂനതയുമില്ലാത്തവനാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എന്നും അവൻ കാര്യനിർവഹണത്തിലാണ്. അല്ലാഹുവിന് അത് യാതൊരു ഭാരവുമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, ആകാശഭൂമികളുടെ സംരക്ഷണം അവനിതാ ഇതുണ്ടായത് മുതൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ക്രമക്കേട് നമ്മൾ കാണുന്നില്ല. ഈ തൂണില്ലാത്ത ആകാശം ഭൂമിക്ക് മേൽ മറിഞ്ഞാടുന്നില്ല. ഭൂമി അത് നമ്മെ കൊണ്ട് ഇളകുന്നില്ല. അള്ളാഹു അതിനെ നിയന്ത്രിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അള്ളാഹുവിന് അതിനെ സംരക്ഷിക്കുന്ന ഒരു ഭാരമുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അദീം, അവൻ അങ്ങേയറ്റം ഉന്നതനും മഹാനുമാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവുമില്ല. കുറവോ ന്യൂനതയോ മോശമായ എന്തെങ്കിലും ഗുണങ്ങളോ അള്ളാഹുവിലേക്ക് ചേരുകയേയില്ല. അള്ളാഹു അതിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാണ്, അത്രമേൽ മഹാനാണ് അവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. ഹയ്യുൻ ലാ യമൂത്ത്, അൽ ഖയ്യൂം, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. സൃഷ്ടികൾ എത്ര വലിയ മഹാനാണെങ്കിലും അവർ മരിക്കുന്നവരാണ്. കാരണം എന്താ? അത് സൃഷ്ടിയുടെ ന്യൂനതയാണ്. ജീവിച്ചാൽ അവർ മരിക്കും. അത് സൃഷ്ടികൾക്കുള്ള ന്യൂനതയാണ്. അള്ളാഹുവിന് ആ ന്യൂനതയുണ്ടോ? വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ മരിക്കാതെ ജീവിക്കുന്നവനാണ്. കാരണം അവൻ പരിപൂർണനാണ്. അവന് ന്യൂനതയുടെ ലവലേശം പോലുമില്ല. അൽ ഖയ്യൂം, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവന്റെ നിയന്ത്രണത്തിന്റെ പരിധിയിൽപ്പെടാത്ത ഒരു പുൽക്കൊടി പോലും ഈ ഭൂമിയിലില്ല. ഉണങ്ങിയതാകട്ടെ വാടിയതാകട്ടെ ഒരു ധാന്യമണി പോലും ഈ ഭൂമിയിലില്ല. ഇവിടെ കൊഴിഞ്ഞു വീഴുന്ന ഒരില പോലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെയില്ല. പിന്നെയാണോ നാം ആകുന്ന മനുഷ്യർ? പിന്നെയാകുന്നോ ഈ ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളാണ് എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്തവരുടെ ജൽപ്പനങ്ങൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് അതിന് സാധിക്കുക. അവനാണ് മുദബ്ബിറുൽ അംർ, അവനാണ് മുദബ്ബിറുൽ ആലം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണതയാണത്. മരിച്ചു മണ്ണടിഞ്ഞവരോ ഇത് നിർവഹിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ന്യൂനതയുടെ, കുറവിന്റെ, മോശമായ എന്തെങ്കിലും വിശേഷണത്തിന്റെ യാതൊരു ലാഞ്ചന പോലും ഏൽക്കുകയില്ല. അവൻ അതിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നേരെ എതിർവശം. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? പൂർണ്ണതയുടെ, മഹത്വത്തിന്റെ, ആദരവിന്റെ എല്ലാ വിശേഷണങ്ങളും, എല്ലാ തലങ്ങളും അതിന്റെ പാരമ്യതയിൽ, പരിപൂർണതയിൽ അവന്റെ നാമത്തിലും അവന്റെ സിഫത്തിലും അവന്റെ ദാത്തിലും അഫ്ആലിലും ഹിക്മത്തിലും കലാമിലും എല്ലാം ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം കുറവിന്റെ, ന്യൂനതയുടെ, മോശത്തിന്റെ, ദോഷത്തിന്റെ യാതൊരു വിശേഷണവും അള്ളാഹുവിനോട് യോജിക്കുകയില്ല. അവൻ അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്, വാഴ്ത്തപ്പെടേണ്ടവനാണ്. സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹിന്റെ അർത്ഥം അതാണ്. ആ കുറവുകൾ നമ്മൾ അള്ളാഹു പരമപരിശുദ്ധനാണ്, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറയും. അതല്ല അതിന്റെ അർത്ഥം. അതൊരർത്ഥമാണ്. എന്തിൽ നിന്ന് അള്ളാഹുവിന് പരിശുദ്ധ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം, ന്യൂനതകളിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ദിക്റാണ് തസ്ബീഹ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു എല്ലാ അർത്ഥത്തിലും പരിപൂർണനും മഹാനുമാണെങ്കിൽ ഒരർത്ഥത്തിലുമുള്ള കുറവും ന്യൂനതയും അവനിലേക്ക് ചേരുകയില്ല. അവൻ അതിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാണ് എങ്കിൽ اعتقاد أنه لا يشاركه في عظمته شيء من الأشياء البتة, അള്ളാഹുവിന്റെ മഹത്വത്തിൽ, അവന്റെ ഔന്നത്യത്തിൽ, അവന്റെ നാമഗുണങ്ങളിൽ ഒരാളും ഒരു വസ്തുവും ഒരു നിലക്കും പങ്കാളിയാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം മഹാനാണ്, അൽ അദീം. അള്ളാഹുവിനാണ് ഇതെല്ലാം ഉള്ളത് എങ്കിൽ അള്ളാഹുവിന് കുറവിന്റെയോ ന്യൂനതയുടെയോ ഒരു അംശവും അവന് ബാധിക്കുകയില്ല എങ്കിൽ ഇതിൽ അള്ളാഹുവിനോട് തുല്യമായി, പങ്കാളിയായി, സഹായിയായി, സമശീർഷനായി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും അത് വകവെച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ അസ്മാകളിലോ, വലൈക്കും സലാം, അള്ളാഹുവിന്റെ സിഫാത്തുകളിലോ, അള്ളാഹുവിനോടുള്ള ആദരവിലോ ബഹുമാനത്തിലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായ എന്തെങ്കിലും കാര്യത്തിലോ ഒരു പങ്ക് ഒരാൾക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതാണ് ശിർക്ക്. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിൽ, അവന്റെ ഔന്നത്യത്തിൽ, അവന്റെ പ്രതാപത്തിൽ, അവന്റെ കഴിവിൽ, അവന്റെ യുക്തിയിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ അള്ളാഹുവുമായി ചേരുന്ന, ചേർത്തു വായിക്കുന്ന എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ
അതിൽ അള്ളാഹുവിന് ഒരു നിലക്കും യാതൊരാളും പങ്കാളിത്തം കാണിക്കുന്നവരല്ല, അവന് പങ്കുകാരില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാഇൽ, അവന്റെ സിഫാത്തിൽ, അവന്റെ ദാത്തിൽ, അവന്റെ അഫ്ആലിൽ, അവന്റെ കലാമിൽ, ഇങ്ങനെ അള്ളാഹുലേക്ക് ചേരുന്ന ഏതേത് കാര്യങ്ങളിലും അവൻ മഹാനാണ്, മഹത്വമുടയവനാണ്, അവൻ അളീമാണ്. അവന് പൂർണ്ണതയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നിരുപാധികമായ വിശേഷണങ്ങളും മഹത്വവുമാണുള്ളത്, അതിന്റെ മാക്സിമം ലെവലിൽ. രണ്ട്, അതിനെതിരായ കുറവോ ന്യൂനതയോ എന്തെങ്കിലും ദുർഗുണമോ മോശമായ വിശേഷണങ്ങളോ അള്ളാഹുവിലേക്ക് ഒരു നിലക്കും ചേരുകയില്ല. അവൻ അതിൽ നിന്നെല്ലാം വാഴ്ത്തപ്പെടേണ്ടവനാണ്, പരിശുദ്ധനാണ്. മൂന്ന്, ഇങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ, അവന്റെ മഹാത്മ്യത്തിൽ, അവന്റെ വലുപ്പത്തിൽ, ഔന്നത്യത്തിൽ ഒരാളും ഒരു നിലക്കും പങ്കാളിയാവുകയില്ല. എങ്കിൽ പിന്നെ ശിർക്കിന്റെ ഏഴെഴുത്ത് പോലും പോവില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇതെല്ലാം നമ്മുടെ കൽബിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നാലേ നമുക്ക് ആവർത്തിച്ച് ഓർമ്മ വരുള്ളൂ. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരാൾ അവന്റെ കൽബിൽ അഖീദയായി സൂക്ഷിച്ചാൽ പിന്നെന്ത് സംഭവിക്കും? അതാണ് നാലാമത്തെ കാര്യം. അദ്ദുല്ലു ലിഅദമതിഹി വൽ ഖുദൂഉ ലികിബ്രിയാഇഹി. അല്ലാഹുവിന്റെ മഹത്വത്തിന് അവൻ കീഴൊതുങ്ങും. അവന്റെ വലുപ്പത്തിന് മുമ്പിൽ അവന്റെ കൽബ് അടിയറവ് വെക്കും. മഹാനായ റബ്ബിന്റെ മുൻപിൽ അവൻ തകർന്ന് തരിപ്പണമാകും. ശ്രദ്ധിക്കണ്ടോ? പറഞ്ഞരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമേൽ മഹാനാണ്. അവന്റെ നാമങ്ങളിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന്റെ നാത്തിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ സംസാരത്തിൽ അവന് ന്യൂനതയുടെ ഒരു അംശം പോലുമില്ല. അവനതിൽ യാതൊരു പങ്കുകാരുമില്ല, അവന്റെ മഹത്വത്തിലും ആദരവിലും. എങ്കിൽ ആ മഹാനായ മഹത്വമുடைய റബ്ബിന്റെ മുമ്പിൽ ഞാനിതാ വിനയാന്വിതനാകുന്നു. ഞാൻ അവന്റെ അടിമയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നബിയോട് പറയാൻ, പ്രഖ്യാപിക്കാൻ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. പറയുക നബി, എന്റെ നിസ്കാരം, എന്റെ ബലി, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും തന്നെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ മഹത്വമുடைய അല്ലാഹുവിന് മാത്രമാകുന്നു. അതാർക്കാണ്? അത് പറയാൻ എളുപ്പമാണ്. അതങ്ങ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ആർക്കാ സാധിക്കുക? ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം ഖൽബിൽ സ്ഥാപിച്ചവനാണ്. അവൻ അള്ളാന്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയാന്വിതനായ അടിമയായി മാറും. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ, നമ്മുടെ നാട്ടിലും മരണപ്പെട്ട ജബ്ബാർ മൗലവിയെ പോലെയുള്ള ആളുകൾ ഇബാദത്തിന്റെ താരീഫ്, അബ്ദുൽ ജബ്ബാർ മൗലവി ഇബാദത്തിന്റെ താരീഫ് പറയുന്നിടത്ത് അഖ്സ, എന്താണ് ആ താരീഫ്? അഖ്സ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അല്ലെങ്കിൽ അഖ്സ ഗായത്തുൽ ദുല്ലി വൽ ഖുദൂ, വിനയത്തിന്റെയും താഴ്മയുടെയും അങ്ങേയറ്റം. അതാണ് ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരവസ്ഥ. കാരണം അത്രയും മഹാനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്, അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മഹത്വമുடைய റബ്ബിന്റെ അടിമയാണ് ഞാൻ, അവനെന്റെ ഉടമയാണ്. റബ്ബിന്റെ മുമ്പിൽ, അവന്റെ മഹത്വത്തിന് മുമ്പിൽ നമ്മൾ വിനയാന്വിതനായി കീഴൊതുങ്ങി അടിയറവ് പറയുന്നവനായിത്തീരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഫയദ്കുറുഹുൽ ഖൽബു ഫലാ യൻസാ. നമ്മുടെ കൽബിൽ ഈ അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ കൽബ് എപ്പോഴും അവനെ ഓർക്കും, അവനെ ഒരിക്കലും മറക്കുകയില്ല. ഫലാ യൻസാ. നമ്മുടെ കൽബിൽ ഇത് സ്ഥിരപ്പെട്ടാൽ നമ്മൾ അല്ലാഹുവിനെ സദാ ഓർക്കുന്ന അടിമയായി മാറും. അവനെ മറക്കുന്ന, അവനെ വിസ്മരിക്കുന്ന അടിമയാകുകയില്ല. വയഷ്കുറുഹു ഫലാ യക്ഫുറു. അവനെ നന്ദി ചെയ്യുന്ന ഹൃദയമുള്ള അടിമയായി മാറും. നമ്മുടെ ഹൃദയം അവന് നന്ദിയുള്ള ഹൃദയമായി മാറും. ഫലാ യക്ഫുറു. അവന് നന്ദികേട് ചെയ്യുകയില്ല. ഇതാണ് നമ്മുടെ കൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ മഹത്വം അധിവസിക്കേണ്ട രൂപം. 4 രൂപം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അവന്റെ സംസാരത്തിൽ, അവന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള യുക്തിയിൽ, അവനിലേക്ക് ചേരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അവൻ എല്ലാ അർത്ഥത്തിലും നിരുപാധികം പൂർണ്ണത അർഹിക്കുന്നവനാണ്. അതിന്റെ പാരമ്യതയിൽ അത്രമേൽ മഹാനാണ് അവൻ. അവൻ അൽ അദീമാണ്, അതവന്റെ പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ന്യൂനതയുടെയോ കുറവിന്റെയോ
മോശമായ എന്തെങ്കിലും വിശേഷണങ്ങളുടെയോ ദുർഗുണങ്ങളുടെയോ യാതൊരംശവും അവനിലേക്ക് ചേരുകയില്ല. അവൻ അതിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ ഈ മഹത്വത്തിൽ, അവന്റെ ഔന്നിത്യത്തിൽ ഒരാളും ഒരു നിലക്കും പങ്കാളിയാവുകയില്ല. അവൻ അതിലേകനാണ്. അതവന് മാത്രം അർഹിക്കുന്നതാണ്. എങ്കിൽ നാലാമതായി നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ് അള്ളാഹുവിന് കീഴൊതുങ്ങും. ഇങ്ങനെ അവന്റെ മഹത്വം ഉൾക്കൊള്ളുകയാണ്. അവന്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതനായ അടിമയായി മാറും. അവനെ സദാ ഓർക്കുന്ന, അവനെ മറക്കാത്ത ഖൽബിന്റെ ഉടമയായി നമ്മൾ മാറും. അവന് നന്ദി ചെയ്യുന്ന, അവന് ശുക്ർ ചെയ്യുന്ന, അവനെ ധിക്കരിക്കാത്ത ഹൃദയത്തിനുടമയായി നമ്മൾ മാറും. ഇതാണ് അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമായ അഖീദയായി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനം അഖീദയാണ്, വിശ്വാസമാണ്. അത്തിഖാദുൻ ജാസിം, അത് ഖൽബിൽ ഉണ്ടാകേണ്ടതാണ്. അതിങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ കാര്യം ഖൗലുൻ മുതാബിഖ്, നമ്മുടെ നാവിലൂടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്. അതെങ്ങനെയാണ്? നാവിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലാ അഹദ അഹബ്ബു ഇലൈഹി അൽ മിദ്ഹതു മിനല്ലാഹി തആല ഫലിദാലിക മദഹ നഫ്സഹു സുബ്ഹാനഹു വതആല. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവനെ പുകഴ്ത്തുന്ന, അവനെ മദ്ഹ് ചെയ്യുന്ന, ധാരാളമായി അവനെ വാഴ്ത്തുന്ന അവന്റെ അടിമകളെക്കാൾ ഇഷ്ടപ്പെട്ട, പ്രിയങ്കരരായ മറ്റാരുമില്ല. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ അവന്റെ അടിമകളിൽ അള്ളാഹുവിനെ ധാരാളമായി മദ്ഹ് ചെയ്യുന്നവരാണ്, അവനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലിദാലിക മദഹ നഫ്സഹു സുബ്ഹാനഹു വതആല. അതിനാൽ അള്ളാഹു അവനെ സ്വയം പുകഴ്ത്തി നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് അള്ളാഹു നമുക്ക് കാണിച്ചെന്ന് സ്വയം പുകഴ്ത്തി? അവന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തിലെ ഒന്നാമത്തെ വാക്കിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയാണ് അവനെ പുകഴ്ത്തേണ്ടത്, എങ്ങനെയാണ് അവനെ മദ്ഹ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവനെ സ്തുതിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്. അവന്റെ കലാമിലെ ഒന്നാമത്തെ സൂറത്തിലെ ഒന്നാമത്തെ ആയത്തിലെ ഒന്നാമത്തെ വാക്ക് തന്നെ അൽഹംദ് എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ ഒരു പേരാണ് സൂറത്തുൽ ഹംദ്, ഹംദിന്റെ സ്തുതിയുടെ സൂറത്ത് എന്നുള്ളത്. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്നാണ്. അള്ളാഹു സ്വയം അവനെ പുകഴ്ത്തി അവന്റെ കലാം ആരംഭിച്ചത് അവന്റെ അടിമകളെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള, അവനെ വാഴ്ത്തുക, പുകഴ്ത്തുക, മദ്ഹ് ചെയ്യുക എന്ന മഹത്തായ കാര്യം, അവൻ ഏറ്റവും പ്രിയങ്കരമായ കാര്യം നമ്മെ പഠിപ്പിക്കാനാണ്. നമ്മുടെ നാവിൽ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അവനെ പ്രശംസിക്കുന്ന, അവന്റെ മഹത്വം വാഴ്ത്തുന്ന ഏതെല്ലാം ദിക്റുകൾ നമുക്കറിയുമോ അതെല്ലാം അള്ളാഹുവിന്റെ മഹത്വത്തെ നമ്മുടെ നാവുകൊണ്ട് വാഴ്ത്തലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ തസ്ബീഹ് ചെയ്യുക, അവനെ തക്ബീർ ചെയ്യുക, തഹ്ലീൽ, തഹ്മീദ്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെ വാഴ്ത്തുന്ന ഏതേത് ദിക്റുകളുണ്ടോ, ദുആകളുണ്ടോ, ഖുർആൻ അതിന്റെ പാരായണമുണ്ടോ, ഇതെല്ലാം നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തലാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു മറ്റൊരു രൂപത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താൻ നമ്മോട് കൽപ്പിച്ചു. വകബ്ബിർഹു തക്ബീറ, അള്ളാഹുവിന്റെ വലുപ്പത്തെ നിങ്ങൾ വാഴ്ത്തണം. വകബ്ബിർഹു തക്ബീറ എന്നതിന് മുഫസ്സിറുകളിൽ ചിലർ തഫ്സീർ പറഞ്ഞു വഅദ്ദിംഹു തഅദീമ, അള്ളാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തണം. അള്ളാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ തക്ബീർ ചെയ്യണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അറബികൾക്ക് അള്ളാഹുവിന്റെ മഹത്വം നാവുകൊണ്ട് വാഴ്ത്താൻ തക്ബീറിനേക്കാൾ അബലകായ, സാരസമ്പൂർണമായ മറ്റൊരു വാക്കറിയില്ല. തക്ബീർ, അള്ളാഹു അക്ബർ, അള്ളാഹു അവൻ ഏറ്റവും വലിയവനാണ്, മഹാനാണ്, ഉന്നതനാണ് എന്ന ദിക്ർ, അള്ളാഹു അക്ബർ എന്ന തക്ബീറിന്റെ ദിക്ർ, മന്ത്രം, അതിനേക്കാൾ സാരസമ്പൂർണമായ അള്ളാഹുവിന്റെ മഹത്വത്തെയും എളുപ്പത്തെയും വാഴ്ത്തുന്ന മറ്റൊരു വാക്ക് അറബികൾക്കറിയില്ല.
അതിനേക്കാൾ മഹത്വമുള്ള. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പറഞ്ഞു വകബ്ബിർഹു തക്ബീറ. അത് നമ്മുടെ നിത്യജീവിതത്തിൽ അള്ളാഹു തെളിയിച്ചു തന്നു. എങ്ങനെ? ബാങ്കിന്റെ മന്ത്രധ്വനികളിലൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലോകത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകളുടെ മിനാരത്തിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കുലികളിൽ ഈ തക്ബീർ നിലക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ദിക്കുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തക്ബീറിനെ വാഴ്ത്തുന്നത് അതിങ്ങനെ നിർബാധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ പ്രോസസ്, അല്ലേ? നമ്മള് ഉറങ്ങുന്ന സമയത്ത് ബാങ്കുലികൾ മുഴങ്ങുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലികളിൽ അള്ളാഹുവിന്റെ തക്ബീറിന്റെ മന്ത്രധ്വനികൾ മുഴങ്ങുന്നത് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത് നിലക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ചിലപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ നിസ്കാരത്തിലൂടെ നമ്മൾ നിസ്കാരം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം. അവിടുന്ന് റുക്കൂഇലേക്ക് സുജൂദിലേക്ക് അവിടുന്ന് ഉയരുമ്പോ ഓരോ നീക്കത്തിലും ചലനത്തിലും നമ്മൾ തക്ബീർ കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താൻ തക്ബീർ അല്ലാത്തൊരു വാക്ക് അള്ളാഹു അവിടെ പഠിപ്പിക്കാതിരുന്നത്? വകബ്ബിർഹു തക്ബീറ എന്നത് അള്ളാഹു നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് കാണിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് അറബികൾക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വാക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന, നമ്മുടെ നാവ് കൊണ്ട് വാഴ്ത്തുന്ന മഹത്തായ ദിക്റാണ് അല്ലാഹു അക്ബർ, അത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ അറിയാത്ത ഏത് ചെറിയ കുട്ടിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്, മുസ്ലിം ഉമ്മത്തിലുള്ളത്? ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനുമപ്പുറത്ത് നമ്മൾ നിത്യജീവിതത്തിൽ ചൊല്ലുന്ന ദിക്റുകൾ, ആ ദിക്റുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചിലപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതുമായ അവരുടെ ശീലമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അല്ലേ? അവിടെ നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്താതെ വിടുന്നുണ്ടോ? ബിസ്മില്ലാ, അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലത്ത് മാത്രം പോരെ. അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമായ അള്ളാഹ്, അതിലേക്കാണ് അവന്റെ എല്ലാ നാമങ്ങളും ചേരുക. റഹ്മാനായ അള്ളാഹ്, റഹീമായ അള്ളാഹ്, അലീമായ അള്ളാഹ്, സമീആയ അള്ളാഹ്, ബസീറായ അള്ളാഹ്. അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല ബിസ്മില്ലാഹ് എന്ന അള്ളാഹുവിനെ ഓർത്തിട്ട് അവന്റെ മഹത്വത്തെ ഓർത്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി അടിമകളിൽ നിന്ന്. അൽഹംദുലില്ലാഹ്. മസ്ജിദിലേക്ക് കയറുമ്പോ, അവിടുന്ന് ഇറങ്ങുമ്പോ, അങ്ങാടിയിലെത്തിയാൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അശ്രദ്ധനാകാനിടയുള്ള വേളയിൽ വരെ, തന്റെ ഇണയുമായിട്ടുള്ള രഹസ്യ വേളയിൽ വരെ അവന് ദിക്റുണ്ട്, ഇല്ലേ? ഇല്ലേ? അവന്റെ വസ്ത്രം അഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം അവൻ ഉച്ചരിക്കേണ്ടതുണ്ട്. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ വരെ അത്രയും സമയം ആ ടോയ്ലറ്റിൽ ചെലവഴിച്ച ആ സമയം അത്രയും അവിടെ അള്ളാന്റെ പേര് പറയാൻ പാടില്ല. ദിക്റോ ഖുർആൻ പാരായണമോ ഒന്നും അവിടെ പാടില്ല. ഒരല്പസമയം അത് ചെയ്യാതെ നമ്മൾ അവിടെ ചെലവഴിച്ചതിന് ഇറങ്ങിയ ശേഷം ഗുഫ്രാനക്, അള്ളാഹിനോട് പൊറുക്കലിനെ തരുന്നു. അള്ളാഹു, ഈ കുറഞ്ഞ സമയം നിന്നെ സ്മരിക്കാതെ, എന്നെ ഓർക്കാതെ പോയി, ഞാൻ എനിക്ക് പുറത്തുകൊണ്ടാ. അവിടെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഗുഫ്രാനക് എന്ന് പറയുന്നതിന്റെ പിന്നിലെ രഹസ്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അതിന് സാധിച്ചില്ല അവിടെ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തുകൊണ്ടാ. അവിടെ പോലും അത് നഷ്ടപ്പെട്ട സമയത്തെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റുപറഞ്ഞ് നമ്മൾ പാപമോചനം ചോദിക്കുകയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ അദ്കാർ സ്വബാഹിൽ, രാവിലെ ചൊല്ലേണ്ടുന്ന ദിക്റുകളിൽ, വൈകുന്നേരം ചൊല്ലേണ്ടുന്ന ദിക്റുകളിൽ, ഇവിടെയാണ് നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്താതെ പോകും. നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ അർത്ഥം എത്ര അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളുമാണ് ആ ദിക്റുകൾ. നിങ്ങൾ ദുആന്റെ ദിക്റിന്റെ ബുക്കൊന്ന് എടുത്ത് നോക്കി. നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന ദിക്റുകളിൽ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന എത്ര വാക്കുകളാണുള്ളത്? എത്ര വാക്കുകളാണ്! അല്ലാഹ് എന്ന പേര് മാത്രം പോരെ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് ശേഷം, നിസ്കാരത്തിൽ ദിക്റാണ്, നിസ്കാരം തുടങ്ങിയത് ദിക്ർ കൊണ്ടാണ്, അതിനു മുമ്പ് ബാങ്കിൽ ദിക്റാണ്, തക്ബീറാണ്, ഇഖാമത്തിൽ തക്ബീറാണ്, നിസ്കാരത്തിലുടനീളം അള്ളാഹുവിന്റെ കലാമ് നമ്മൾ പാരായണം ചെയ്യുന്നു, മറ്റു ദുആകൾ ദിക്റുകളുണ്ട്. നിസ്കാരത്തിന് ശേഷം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ, ഇങ്ങനെ നമുക്കതിന് ധാരാളം ഉദാഹരണങ്ങൾ അള്ളാഹുവിന്റെ മഹത്വത്തെ നാവുകൊണ്ട് വാഴ്ത്തുന്നതിന് തെളിവുകളായി, സാക്ഷ്യങ്ങളായി ലഭിക്കും. ഇതാണ്
നാവ് കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം അത് വാഴ്ത്തുക, പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഇതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി. അള്ളാഹിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പണി അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക. അതെങ്ങനെ? ഈ പറഞ്ഞ ദിക്റുകളിലൂടെ, ഇബാദത്തുകളിലൂടെ. അത് നമ്മൾ അർത്ഥമറിഞ്ഞ് അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ള, നാവ് കൊണ്ടുള്ളൊരു വ്യായാമമായി, വാചികമായ ഒരു എക്സസൈസായി അത് മാറരുത്. നമ്മൾ ദിക്റ് ചെല്ലുന്നുണ്ട്, നിസ്കാരത്തിൽ ഓതുന്നു. പലർക്കും പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ചപ്പോ ഹിഫ്ളാക്കിയ അമ്മജുസിലെ താഴത്തെ ചെറിയ സൂറത്തുകൾ ഉണ്ടാവും. അത് തിരിച്ചും മറിച്ചും തിരിച്ചും ഇങ്ങനെ ഓതലാണ് നമ്മുടെ നിസ്കാരത്തിൽ ഓത്തിന്റെ തന്നെ കഥ. ആ ഓതുന്ന സൂറത്തുകൾ, നമുക്ക് മനഃപ്പാടമുള്ള സൂറത്തുകളുടെ മാന വരെ പലർക്കും അറിയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ മാന വരെ, അതിന്റെ അർത്ഥം വരെ, ഖുർആനിന്റെ ആകത്തുക ഉമ്മുൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആനിന്റെ സംഗ്രഹമാണ് സൂറത്തുൽ ഫാത്തിഹ. പലപ്പോഴും അതിന്റെ അർത്ഥം വരെ നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ചെയ്യുന്നത്, അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുന്നത്, ദിക്ർ ചെയ്യുന്നത് അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. നമ്മൾ അതിന് മുമ്പ് ഇവിടുന്ന് പോയി ഒന്ന് ഡൈവേർട്ടായല്ലോ. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, എന്നാൽ നമ്മളെ അവസ്ഥ എന്താണ്? നമ്മുടെ നിസ്കാരവും നമ്മുടെ ഓത്തും ഖുർആൻ പാരായണവും നമ്മുടെ ദിക്റുകളും അതിങ്ങനെ ജീവനില്ലാതെ, ആത്മാവില്ലാതെ, കേവലം വ്യായാമമായി, നാവ് കൊണ്ടുള്ള എക്സസൈസായി മാറുന്നു. അതൊരു കാര്യം. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ അവസ്ഥ അതാണ്. ഇനി അത് ചെയ്യുന്ന സമയങ്ങൾ എത്ര കുറവാണ്. മറിച്ച് നമ്മുടെ നാവിൽ സ്ഥാനം പിടിക്കുന്ന വാക്കുകളും വാചകങ്ങളും ചർച്ചകളും സംസാരങ്ങളും എന്താണ്? ആരെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? ഒരുപക്ഷെ ഒരു ആവശ്യമില്ലാത്ത ദുനിയാവിന്റെ കാര്യങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ. ചെറുപ്പക്കാരാണെങ്കിൽ കളിക്കാരെ കുറിച്ച്, ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്ത, ഇസ്ലാമിന്റെ വീക്ഷണകോണിൽ നിന്ന് വീക്ഷിച്ചാൽ നരകത്തിന്റെ വിറകായി തീരേണ്ടുന്നവരെ കുറിച്ച്, അഭിനേതാക്കളെ കുറിച്ച്, സെലിബ്രിറ്റികളെ കുറിച്ച്, അവരുടെ പുതിയ വാഹനത്തെക്കുറിച്ച്, അവർ പ്രൊമോട്ട് ചെയ്യുന്ന പുതിയ ഫാഷൻ ട്രെൻഡിനെ കുറിച്ച്, അവരുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച്, അവരുടെ കളിയെക്കുറിച്ച്, അവരുടെ വിജയങ്ങളെക്കുറിച്ച്, അവരുടെ ലാഭങ്ങളെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അവനെ പുകഴ്ത്തുന്ന വാചകങ്ങൾ എത്ര നിത്യജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് അറിഞ്ഞ്, മനം തൊട്ട് കൽബിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നുണ്ട്. പലപ്പോഴും പറഞ്ഞാൽ നമുക്ക് അലർജിയാണ്. നമ്മുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഒരാളുടെ കൽബിൽ എന്താണോ സ്ഥാനം പിടിച്ചത്, അതേ അവന്റെ നാവിലൂടെ പുറത്തു വരുള്ളൂ. അവന് പറയാനുള്ളത് എവിടെ ചെന്നാലും, കല്യാണപ്പുരയിലാണെങ്കിലും, അതുപോലെ തന്നെ പെരക്കൂടുന്നിടത്താണെങ്കിലും, മസ്ജിദിൽ ബാങ്കിന് ഇഖാമത്തിന് മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും, അപ്പോഴുണ്ടാവും പള്ളിന്റെ മൂലയിൽ പോയി ചാരിയിരുന്ന് ഒന്ന് ഖുർആൻ എടുത്ത് വെച്ച് ഓതാനോ, ഒന്ന് ദിക്ർ ചെയ്യാനോ, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഒന്ന് മുതലാക്കാനോ, അവിടെ പോലും നമുക്ക് ശ്രദ്ധയില്ല. ഈ ജാതി ആവശ്യമില്ലാത്ത വർത്താനങ്ങളും സംസാരങ്ങളും. സഹോദരങ്ങളെ, എന്താണ് അതുകൊണ്ട് നമുക്കുള്ള നേട്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വമാണ്, അവന്റെ മദ്ഹാണ്, അവനെക്കുറിച്ചുള്ള സംസാരമാണ് ഒരു മുഅ്മിനിന്റെ നാവിലൂടെ വരേണ്ടത്. അതുകൊണ്ട് കൽബിൽ സ്ഥാനം പിടിച്ച അവസാന ഇതിന്റെ ദുരന്ത ഫലം എന്താണെന്നറിയോ? വൽഇയാദു ബില്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കൽബ് എന്നുള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അടുപ്പത്ത് വെച്ച ഭക്ഷണം പാചകം ചെയ്യുന്ന തിളച്ചുമറിഞ്ഞ ഒരു കലത്തെ പോലെയാണ്. ഈ കൽബിനകത്ത് പാചകം ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ കോരിയെടുക്കുന്ന സാധനമാണ്, ഉപകരണമാണ് നാവ് എന്നുള്ളത്. ഈ നാവ് കൊണ്ട് കൽബിനകത്ത് കോരിയെടുത്ത് വിളമ്പിത്തരുന്ന ചിലപ്പോൾ മധുരമൂറുന്നതായിരിക്കാം, പുളിയുള്ളതായിരിക്കാം, കയ്പുള്ളതായിരിക്കാം. ആ നാവിന്റെ സംസാരം അത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന ചിലപ്പോൾ നമുക്ക് കൈപ്പേറിയ അനുഭവമായിരിക്കും. നാവ് കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ കേട്ടാൽ ഇറക്കുന്ന വാക്കുകളായിരിക്കും, നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മുടെ ഈമാനിനെ കുളിർപ്പിക്കുന്ന വാക്കുകളായിരിക്കും. ഇതെന്താണ് നമ്മുടെ കൽബിലും പാചകം ചെയ്യപ്പെടുന്നത്, നാവ് കൊണ്ട് നമ്മൾ കോരിയെടുത്ത് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് എന്താണ് നമ്മൾ പരിശോധിക്കണം. ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചിന്തയും അത് പുറത്തേക്ക് നല്ല വാക്കുകളായി പുറത്തു വന്നാലേ അവസാന സമയത്തുണ്ടല്ലോ, ഇത് ഏറ്റവും നമ്മൾ ആവശ്യമുള്ളത് മരിക്കുന്ന സമയത്താണ്.
ഈ മരിക്കുന്ന സമയത്ത് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നോ അവൻ കഴിച്ചിലായി, അവനാണ് സ്വർഗമുള്ളത്. അവിടെ ആരും നമുക്ക് കൂട്ടിനില്ല. ഈ ചർച്ചകൾക്ക് പൊലിപ്പേകാൻ, ഈ ചർച്ചകൾക്ക് കോപ്പുകൂട്ടാൻ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ ഇടവും വലവും നിന്ന സുഹൃത്ത് വലയങ്ങളും നമ്മുടെ ചങ്കുകളൊന്നും ഉണ്ടാവില്ല. ദുനിയാവിന്റെ ഒരുത്തനും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഏകാഗിയായിരിക്കും. നമ്മുടെ റൂഹ് വലിച്ചൂരും. അവിടെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന തഹ്ലീൽ അത് ഉരുവിടണമെങ്കിൽ, കലിമത്തു ഷഹാദ ഉരുവിടാൻ സാധിക്കണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്ന കാലം മുഴുവൻ കൽബിൽ ഇത് വാഴ്ന്ന് നാവ് കൊണ്ടിത് സംസാരിക്കാൻ നമുക്ക് നിർലജ്ജം സാധിക്കണം. അല്ലാത്തവരും സാധിക്കും? അല്ലാത്തവരും സാധിക്കില്ല സഹോദരങ്ങളെ. ആ രംഗം ആലോചിച്ചിട്ടെങ്കിലും നമ്മുടെ കൽബും നാവും നമ്മൾ നന്നാക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാത്തവർക്ക് അവരെന്താണ് കൽബിൽ സ്ഥാനം പിടിച്ച് നാവ് കൊണ്ട് പറഞ്ഞു ശീലിച്ചത് അതേ അവസാന സമയത്ത് വരുള്ളൂ. പണ്ഡിതന്മാർ പറയാറുണ്ട്, ദുനിയാവിന്റെ കണക്കുകളും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും വലിയ കച്ചവടക്കാരനായിരുന്നു. അതെന്നെ അവന് 24 മണിക്കൂർ ചിന്തയും പറച്ചിലുള്ളൂ. അവസാന സമയത്തും മരിക്കാൻ സമയത്തും ബോധം പോയാലും അവന്റെ വായിലൂടെ വരുന്നത് ഈ കണക്കും കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതൊക്കെ ആയിരിക്കും. പാട്ടുപാടി നടന്ന സംഗീതജ്ഞനാണ്. അവന്റെ നാവിലൂടെ മരിക്കുന്ന അവസാന വേളയിൽ തുളുമ്പുന്നത് സംഗീതമായിരിക്കും, പൈശാചികതയായിരിക്കും, ദുനിയാവിന്റെ വൃത്തികേടുകളാണ്. അവന്റെ നാവിൽ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ചില്ലറ വിഷയമല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈമാനിന്റെയും ദീനിന്റെയും അടിത്തറയാണ്, നെടുന്തൂണാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ വലുപ്പം, അവനോടുള്ള ആദരവ് നമ്മുടെ നാവിലൂടെ പ്രകടമാകേണ്ടത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഭാഗം എന്താണ്? കൽബിൽ കഴിഞ്ഞു. അഖീദയായി, വിശ്വാസമായി രൂപപ്പെടുത്തേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞു. നാവ് കൊണ്ടത് പുറത്തേക്ക് വരേണ്ട രൂപം പറഞ്ഞു. ഇനി മൂന്നാമതായി അമലുൻ മുസദ്ദിഖ്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ കൽബിലുള്ള നമ്മുടെ വിശ്വാസം, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം, അത് നമ്മൾ സത്യപ്പെടുത്തണം, സാക്ഷാത്കരിക്കണം. അതിന് പല രൂപങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ 10 രൂപങ്ങൾ, നമ്മുടെ അമലിനെ സ്വാധീനിക്കുന്ന 10 കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും. അതിനു മുമ്പ് മൊത്തത്തിൽ അതിന്റെ ആകത്തുക പണ്ഡിതന്മാർ ഒരു 3 വാചകങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. അവയവങ്ങളിലൂടെ പുറമേക്ക് നമ്മൾ ഇതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, അള്ളാഹുവിനോടുള്ള മഹത്വം, അള്ളാഹുവിന്റെ മഹത്വം, അവനോടുള്ള ആദരവ് എങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കണം. ഫതഅലീമുഹു ബിൽജവാരിഹി ബിഅൻ യുത്തഖാ സുബ്ഹാനഹു ഹഖ്ഖ തുഖാതി, അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്യുക. അതാണ് പ്രവർത്തനത്തിൽ നമ്മൾ ഇതിനെ നടപ്പിലാക്കേണ്ട രൂപം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഹറാമാക്കിയത് പൂർണ്ണമായി ഒഴിച്ചു നിർത്തുക, അള്ളാഹു വാജിബാക്കിയത് നിർബന്ധമായി പ്രവർത്തിച്ചിരിക്കുക. അള്ളാഹുവിന്റെ കൂലിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷയാണ് നമ്മൾ പേടിക്കുന്നത്. വേറൊന്നും നമുക്ക് ആവശ്യമില്ല. പ്രവർത്തിക്കാനും ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാനും. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മെ അതിന് സഹായിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും മോഹിപ്പിക്കേണ്ടതും എന്താണ്? അള്ളാഹിന്റെ കൂലിയാണ്, സ്വർഗമാണ്. അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുമ്പോൾ ദുനിയാവിൽ എന്ത് നഷ്ടം നേരിട്ടാലും, ആര് കളിയാക്കിയാലും, ഒറ്റപ്പെടുത്തിയാലും, ബഹിഷ്കരിച്ചാലും, പഴഞ്ചനെന്ന് മുദ്ര കുത്തിയാലും നമ്മെ ഭയപ്പെടുത്തേണ്ടത് എന്താണ്? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സമൂഹത്തിന്റെയും കൂട്ടുകാരുടെയും ബഹിഷ്കരങ്ങളോ പരിഹാസങ്ങളോ കുത്തുവാക്കുകളോ അല്ല, നരകത്തിലെ യാതനയാണ്. പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച ശിക്ഷയാണ് നമ്മൾ പേടിക്കുന്നത്. ആ പേടി കൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്. അല്ലാതെ ഒരു പടപ്പനെയും പേടിച്ചിട്ടല്ല, ഒരു ദുനിയാവിന്റെ നഷ്ടങ്ങളും ഭയന്നിട്ടല്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ഹറാമുകൾ ഒഴിവാക്കണം. ഇതാണ് തഖ്വ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമുക്ക് തോന്നിയത് നമ്മളായി ചൂസ് ചെയ്ത്, ഇത് കുഴപ്പമില്ല, ഇതൊരു സാമൂഹികമായ തിന്മയാണ്, എല്ലാവരും ഒഴിവാക്കുന്നുണ്ട്, മദ്യപാനം, പലിശ, വ്യഭിചാരം, അത് തർക്കടില്ല, എല്ലാവരും തിന്മയെ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് തോന്നിയതാണോ? സ്മോക്കിംഗ്, പുകവലിക്കില്ല, അത് ഇന്നത്തെ യൂത്തിന്റെ ഐക്കണാണത്. അതല്ലെങ്കിൽ യൂത്ത്, ഒരു യുവാവ്, ഇന്നത്തെ ന്യൂജൻ യുവാവാണെങ്കിൽ അവൻ ബീഡി വലിക്കണം, അവൻ സ്മോക്ക് ചെയ്യണം, പുകവലിക്കണം, അത് വേണ്ടതില്ല. എന്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു ഉദാഹരണം പറഞ്ഞാണ്, അത് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അല്ല, ചില ആളുകൾ ഹറാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഹറാമാക്കിയത് എന്തൊരു പുൽക്കൊടിയുണ്ടോ അതൊക്കെ ഒഴിവാക്കണം. നമുക്ക് തോന്നിയത് എടുക്കുക, തോന്നിയത് ഒഴിവാക്കുക. എല്ലാവരാലും അംഗീകരിക്കുന്ന, എല്ലാവരും ഹറാമെന്ന്
ഇത്തിഫാഖിലായത് മാത്രം ഒഴിവാക്കലാണോ? അതിനുള്ള മാനദണ്ഡം എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാനായ തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ തഖ്വയുടെ നിർവചനമായി പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിതഅത്തില്ലാഹി അലാ നൂരി മിനല്ലാഹ് തർജു സവാബല്ലാഹ്. നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് അവനെ അനുസരിച്ച് ജീവിക്കലാണ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ചുകൊണ്ട്. എന്താണ് അല്ലാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ? ഖുർആനും സുന്നത്തും, ഖുർആനും ഹദീസും. ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹും റസൂലും നിർബന്ധമാക്കിയത് എന്തൊക്കെ നന്മയുണ്ടോ നീ അത് പ്രവർത്തിക്കണം. എന്താണ് അത് പ്രവർത്തിക്കാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ടത്? തർജു സവാബല്ലാഹ്, നേരത്തെ പറഞ്ഞ പോലെ അള്ളാന്റെ സ്വർഗം, അവന്റെ കൂലി. ഇതാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നു. രണ്ടാമത്തെ ഭാഗം വഅൻ തത്രുക മഅസിയത്തല്ലാഹി അലാ നൂരി മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഹറാമുകൾ, അള്ളാന്റെ ശിക്ഷയെ പേടിച്ച് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട എന്തൊക്കെയുണ്ടോ ഹറാമായിട്ട് അതെല്ലാം ഒഴിവാക്കുന്നു. ആരൊക്കെ അത് ചെയ്യണ്ടെങ്കിലും ശരി, ആരൊക്കെ അതിനെ മഹാപുണ്യ പ്രവൃത്തിയായി കൊട്ടിഘോഷിച്ചാലും ശരി, സമൂഹം മുഴുവൻ അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശരി, അള്ളാന്റെ ഖുർആനിലും റസൂലുള്ളാഹിയുടെ സുന്നത്തിലും ഹറാം എന്ന് മനസ്സിലാക്കി നീ ഒഴിവാക്കണം. കാരണം എന്നെ പേടിപ്പിക്കേണ്ടത് അള്ളാന്റെ ശിക്ഷയാണ്. ഇതാണ് തഖ്വ. ഇങ്ങനെ അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ടത് പ്രകാരം അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ തഖ്വ ചെയ്യും. ഇതാണ് ഇത് നമ്മുടെ അവയവങ്ങളിലൂടെ അമലായി പുറത്തു വരേണ്ടതിന്റെ ആകത്തുക, അതിന്റെ രൂപം. ഈ തഖ്വയുണ്ടെങ്കിൽ ഒരു വാജിബും നമുക്ക് പ്രയാസാവില്ല, ഒരു ഹറാമും അതൊഴിവാക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ഫതുതീഉൽ ജവാരിഹ്, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചാൽ ഫതുതീഉൽ ജവാരിഹ്, അവന്റെ അവയവങ്ങൾ അംറഹു ഫതുതീഉൽ ജവാരിഹു അംറഹു, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവന്റെ അവയവങ്ങൾ അനുസരിക്കും. വതൻഖാദു ലിഹുക്മിഹി, അവന്റെ വിധിവിലക്കുകളോട് അവന്റെ ശരീരം കീഴൊതുങ്ങും. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ശരീരം വഴങ്ങണമെങ്കിൽ, ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളോട് നമ്മുടെ ജീവിതം കീഴ്പ്പെടണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? തഖ്വയാണ്. തഖ്വയാണ്. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മഹാനായ റബ്ബിനെ പേടിക്കലാണത്, അവൻ ഇറക്കിയതനുസരിച്ച് അമൽ ചെയ്യലാണ്, പ്രവർത്തിക്കലാണ്. വഹി കൊണ്ട്, ഖുർആൻ കൊണ്ട്, സുന്നത്ത് കൊണ്ട്. ഉള്ളത് കൊണ്ട് ദുനിയാവിൽ മിച്ചം വരുന്നത് 10 റുപ്യാണ് മാസത്തിൽ. ഉള്ളത് കൊണ്ട് തൃപ്തിയടയിലാണ്. ഉള്ള ഭൗതിക വിഭവങ്ങളിൽ അന്നന്നത്തെ അന്നത്തിന് വകയുള്ളതിൽ തൃപ്തിപ്പെടലാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി, മരിക്കുന്ന ദിവസത്തിന് വേണ്ടി, പരലോക യാത്രക്ക് വേണ്ടി ഇവിടെ വിഭവങ്ങൾ ഒരിക്കലും സമ്പാദിക്കലും പണിയെടുക്കലാണ്. ഇതാണ് തഖ്വ. ഇത് ചെയ്താൽ, ഇത് നടപ്പിലാക്കിയാൽ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് എളുപ്പമാകും. എത്ര മണിക്കാ ബാങ്ക്? 6. സമയമുണ്ടല്ലേ? നാം. ഇനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പരിരക്ഷിക്കേണ്ടുന്ന, കാത്തുസൂക്ഷിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ നമ്മൾ അശ്രദ്ധയിലാകുന്ന ചില പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതിന്റെ ഏറ്റവും പ്രകടമായ രൂപം തൗഹീദാണ്. തൗഹീദാണ്. അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തവന് തൗഹീദ് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ആളുകൾ തൗഹീദിനെ എതിർക്കുന്നത്? ശിർക്ക് ചെയ്തിട്ട്. അതാണ് തൗഹീദ്. അല്ലാത്തവരെ വിളിച്ചു തേടിയിട്ട് അത് ദുആ അല്ല, അത് കേവല സഹായാർത്ഥനയാണ്, ഇസ്തിഗാസയാണ്, തവസ്സുലാണ്. ഇസ്തിഗാസയും അള്ളാഹുവിനോടാണ്, തവസ്സുലും അള്ളാഹു ശറഅാക്കിയതുപോലെയാണ്, അത് വേറെ കാര്യം. ഇങ്ങനെ ശിർക്കിനെ, പച്ചയായ ശിർക്ക് ചെയ്ത് അത് തൗഹീദായും അല്ലെങ്കിൽ തൗഹീദിന് ഘടകവിരുദ്ധമായ പ്രവർത്തനം ചെയ്ത് ശിർക്ക് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനും ഒക്കെ ആളുകൾ മെനക്കെടുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കിയ അള്ളാഹ് ആരാണ്? അല്ല, എന്തിനാണ് ഇടയാളന്മാരെയും മധ്യവർത്തികളെയും ശുപാർശകരെയും സ്വീകരിച്ച് നമ്മൾ അവരോട് പോയി, ജാറത്തിൽ പോയി, ഔലിയാക്കളോട് പോയി, അമ്പിയാക്കളോട് പോയി, പുണ്യപുരുഷന്മാരോട് പോയി തേടുന്നത്? എന്താണ് ഒരു മുസ്ലിയാർ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ട്രാൻസ്ഫോമറിനെ പോലെയാണ്. അള്ളാഹുലേക്ക് നേരിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ പാപികളാണ്, ദോഷികളാണ്.
ട്രാൻസ്ഫോമറിലേക്ക് നേരിട്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടിലെ വൈദ്യുതോപകരണങ്ങളൊക്കെ അടിച്ച് ചാമ്പലായി പോകും. ഇതുപോലെ അള്ളാഹുവിനെ അവർ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് സൃഷ്ടികൾ ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ഫോമറിനെ പോലെയാണ്. അള്ളാഹിനെ കണക്കാക്കേണ്ടതുപോലെ, അവന്റെ മഹത്വത്തെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല. എന്തെങ്കിലും അങ്ങനെ പറയോ? ആ മൊയിലർ ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൽപ്പിക്കേണ്ട സ്ഥാനം ഇവർ കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം പരമപരിശുദ്ധനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ എന്നാണ് അള്ളാഹുവിന്റെ അടിമകളോട് പറഞ്ഞത്. എന്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ അവരോട് പറയുക നബിയെ, ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. അകലെയുള്ളവരല്ല, അടുപ്പിക്കാൻ, മധ്യവർത്തികളെ സ്വീകരിക്കാൻ, ഇടയാളന്മാരെ വെക്കാൻ, ശുപാർശകരെ ഉണ്ടാക്കി ശുപാർശ തേടാൻ ഞാൻ അവർക്ക് അകലെയുള്ളവനാണെങ്കിലല്ലേ? അല്ല, ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് ഈ മുസ്ലിയാക്കന്മാരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ, അവന്റെ മഹത്വത്തെയും സ്ഥാനത്തെയും ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ആളുകൾ തൗഹീദിൽ നിന്ന് തെന്നിമാറുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദ് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കുക, നിമിഷാർദ്ധങ്ങളിലൂടെ. ഇതാണ് അള്ളാഹുവിന്റെ മഹത്വത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നടപ്പിലാക്കേണ്ടതിന്റെ പ്രകടമായ ഏറ്റവും വലിയ രൂപം. അല്ലേ? സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു ദുആ ചെയ്യുക, അവനോട് മാത്രം സഹായം തേടുക, അവന് മാത്രം നേർച്ചയാക്കുക, അവന്റെ പേരിൽ മാത്രം ബലിയെറുക്കുക, അവനിൽ മാത്രം ബരമേൽപ്പിക്കുക, അവനിലേക്ക് മാത്രം താണുകേണ് അപേക്ഷിച്ച് വിനയത്തോടെ മടങ്ങുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം രക്ഷ ചോദിക്കുക, അവനോട് മാത്രം അഭയം ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ മാത്രം അഭൗതികമായി പ്രതീക്ഷ അർപ്പിക്കുക, അവനെ മാത്രം രഹസ്യമായി ഭയപ്പെടുക, അവനെ ഭയപ്പെടുന്നത് പോലെ ഒരാളെയും ഭയപ്പെടാതിരിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പോലെ ഒരാളിലും പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക, അവനെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെയും സ്നേഹിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരെയും അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാതിരിക്കുക. സ്വന്തം ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ബന്ധുജനങ്ങളാണെങ്കിലും അള്ളാഹിനേക്കാൾ ഒരു പടപ്പിനെയും ഒന്നിനെയും സ്നേഹിക്കാതിരിക്കും. ഇതൊക്കെ തൗഹീദാണ്. നമ്മള് തൗഹീദിനെതിരെയുള്ള അല്ലാത്തവരെ വിളിച്ച് തേടുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഘോരഘോരം തെളിവുകൾ ഉദ്ധരിച്ച് സംസാരിക്കും. തൗഹീദ് എന്ന് പറഞ്ഞാൽ കേവലം ഇസ്തിഗാസയിലോ ദുആയിലോ തവസ്സുലിലോ ജാറത്തിപ്പോക്കിലോ മാത്രം ഒതുങ്ങുന്നതാണോ? ആണോ? ആ തൗഹീദ് ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നിമിഷാർദ്ധങ്ങളിലുടനീളം അത് പ്രകടമാകേണ്ടതുണ്ട്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള സ്നേഹം അതിനേക്കാൾ മുകളിൽ ഒരു പടപ്പിനെയും ഒരു സൃഷ്ടിയെയും മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും സ്നേഹിക്കാൻ പാടില്ല എന്നാണ് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പലർക്കും അള്ളാഹുവിനേക്കാൾ, അവന്റെ ദീനിനേക്കാൾ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെക്കാൾ, നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെ മറ്റാരെക്കാളും എന്തിനേക്കാളും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മറ്റാരുടെ ഇഷ്ടങ്ങളെക്കാളും നമ്മൾ മുകളിൽ വെക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൃഷ്ടി, നമ്മൾ ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, അവരുടെ ഇഷ്ടങ്ങളെ നമ്മുടെ ഇഷ്ടത്തെക്കാൾ നമ്മൾ മുന്നിൽ വെക്കൂലേ? ഇല്ലേ? കാരണം എന്താ? ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ, അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുക്കും. ഈ സൃഷ്ടികളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, ഈ വേണ്ടപ്പെട്ടവരെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ആരെക്കാളും എന്തിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടാണ്. അല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല, അവൻ മുവഹിദല്ല. എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെയാണ് ആരുടെ ഇഷ്ടങ്ങളെക്കാളും, ഭാര്യന്റെയും ഭർത്താവിന്റെയും മക്കളുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇഷ്ടത്തെക്കാൾ നമ്മൾ മുമ്പിൽ വെക്കേണ്ടത്. അള്ളാഹിന്റെ ഇഷ്ടങ്ങൾ എവിടെ കാണും? അള്ളാഹിന്റെ ദീനിൽ കാണും, ഖുർആനിലും സുന്നത്തിലും കാണും. അതുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും അവന്റെ ദീനിനെയുമാണ് ആരെക്കാളും എന്തിനേക്കാളും നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത്. അതിനോട് മറിച്ച് നമുക്ക് അലർജിയാണെങ്കിൽ, വെറുപ്പാണെങ്കിൽ, അത് കേൾക്കുന്നത് പോലും നമുക്ക് അലോസരപ്പെടുത്തുമെന്നുവെങ്കിൽ എവിടെയാണ് നമ്മുടെ തൗഹീദ്? ഇത് തൗഹീദല്ലേ? ഇത് തൗഹീദല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ചില്ലറ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിൽ
ഇത് ഗൗരവത്തിൽ നമ്മെ ഉണർത്തുന്ന ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തി. ഏതായിരുന്നു ആയത്ത്? സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മനുഷ്യർക്ക് അവരുടെ ദേഹേച്ഛകളോട്, സ്ത്രീകളോട്, മക്കളോട്, കൂമ്പാരമായി കൂട്ടിവെച്ച സ്വർണത്തിനോടും വെള്ളികളോടും സമ്പത്തിനോടും മേൽത്തരം കുതിരകളോടും കൃഷിവർഗങ്ങളോടും കന്നുകാലികളോടുമെല്ലാം അവർക്കിഷ്ടമാണ്. എന്നാൽ അതെല്ലാം ദുനിയാവിന്റെ തുച്ഛമായ വിഭവങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ പര്യവസാനം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ച ആയത്തിതല്ല. ശരി, ഇത് സൂറത്ത് തൗബയിലായത്താണ്. ഖുൽ, പറയുക നബിയെ, ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിൻ തർദൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പറയുക നബി, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ഇണകൾ, ഭാര്യമാർ, അവരുടെ ഉറ്റ കുടുംബക്കാർ, അവർ സ്വരുക്കൂട്ടിയ സമ്പത്ത്, അവരുടെ നഷ്ടം പേടിക്കുന്ന കച്ചവട വിഭവങ്ങൾ, അവർ കെട്ടിയുയർത്തിയ മണിവാടകൾ, ഇതല്ല പറഞ്ഞതാണ്. മസാക്കിൻ, തിജാറ, അംവാൽ, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? അബ്ന, ഇഖ്വാൻ, അസ്വാജ്, ആബാ, ഇതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അവർക്ക് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ടവയാണെങ്കിൽ, നോക്കൂ നിങ്ങൾ, അള്ളാഹിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നമുക്ക് പ്രിയങ്കരം നമ്മുടെ കച്ചവടവും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ വീടും കുടുംബവും വേണ്ടപ്പെട്ടവരുമാണെങ്കിൽ അള്ളാഹ് പറയാണ്, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹിന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയെ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹിന്റെ ശിക്ഷയെ, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ദുനിയാവിൽ ഭയപ്പെട്ടോളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്തുകൊണ്ടത് പറഞ്ഞത്? ഇത്രയും ഗൗരവത്തിൽ ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കാൻ കാരണമായി ഇതിനെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഈ ദുനിയാവിലെ വിഭവങ്ങളോടും വേണ്ടപ്പെട്ടവരോടുള്ള സ്നേഹം അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും മികച്ചാൽ, മുകളിലായാൽ ദുനിയാവിൽ നിങ്ങൾ ശിക്ഷ പേടിച്ചോളി എന്നുള്ള പറയാൻ കാരണം എന്താണ്? അത് തൗഹീദിനെതിരായതുകൊണ്ടാണ്. തൗഹീദില്ലാത്തവരല്ല നശിപ്പിക്കോ? പറയുങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെതിരായതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മറ്റാരെക്കാളും സ്നേഹിക്കാൻ, അവന്റെ ഇഷ്ടങ്ങളെ മറ്റാരുടെ ഇഷ്ടങ്ങളെക്കാളും മുന്നിൽ വെക്കാൻ, നേരെ എതിർ അവൻ വെറുത്ത കാര്യങ്ങളെ മറ്റാരുടെ വെറുപ്പിനേക്കാളും വെറുപ്പുണ്ടാകാൻ. മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും നാടും സമൂഹവും വീടും വെറുക്കുന്നത്, നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. അള്ളാഹ് വെറുത്ത കാര്യങ്ങളായിരിക്കും നാടിനും സമൂഹത്തിനും ഇഷ്ടമുണ്ടാകുക, നമുക്കത് ഇഷ്ടമുണ്ടാകണം. ഇങ്ങനെയാണ് അള്ളാഹുവിനുള്ള മഹബത്ത്. അപ്പൊ അള്ളാഹുവിനുള്ള മഹബത്തിൽ വേറെ ആർക്കും പങ്കില്ല. വലാ ഫി ഖൗഫിൻ, അവനെ പേടിക്കുന്ന പോലെ വേറെ ആരും പേടിക്കാൻ പാടില്ല. വലാ ഫി റജാഇൻ വലാ ഫി തവക്കുലിൻ വലാ ഫി ദുആഇൻ വലാ ഫി ഷൈഇൻ മിനൽ ഇബാദ, ഇബാദത്തിന്റെ ഏതംശത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് യാതൊരു പങ്കും ഒരാൾക്കും നൽകാൻ പാടില്ല. ഇതാണ് തൗഹീദ്. ഇങ്ങനെ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഈ അർത്ഥത്തിൽ നമ്മൾ വാഴ്ത്തിയാൽ അള്ളാഹുവിന്റെ മഹത്വം അത് പ്രകടമായി പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിക്കുന്നവനായി തീരും നമ്മൾ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നമ്മൾ അവന്റെ സൃഷ്ടികളോടൊപ്പം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വേളയിൽ പരാമർശിക്കാതിരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നന്മ ലഭിച്ചു, ദുനിയാവിൽ എന്തെങ്കിലും നേട്ടമുണ്ടായി, അതിന് കാരണക്കാരായി ചില ആളുകൾ അള്ളാഹു നിശ്ചയിച്ചു.
ആ സമയത്ത് നിങ്ങളെ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും നിങ്ങളെ കൊണ്ടാണ് അത് കിട്ടിയത്. അള്ളാഹു നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ കഴിച്ചിലായത്. അതല്ലെങ്കിൽ ഒരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവും നിങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞേനെ. ഇതുപോലും പറയാൻ പാടില്ല. അള്ളാഹുവും നിങ്ങളും, അള്ളാഹും ഇന്ന ആളും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, മാ ഷാ അല്ലാഹ സുമ്മ ശിഅ്ത. അള്ളാഹു അപ്പൻ മാ ഷാ അല്ലാഹു വശിഅ്ത. അള്ളാഹു നിങ്ങളും ഉദ്ദേശിച്ചതുപോലെ നടന്നു. അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെന്താ ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ. നീ എന്നെ അള്ളാഹ്ക്ക് സമനാക്കിയോ? എവിടെ സമനാക്കിയത്? വാക്കിൽ, അയാളുടെ പരാമർശത്തിൽ. അള്ളാഹിനെ പറഞ്ഞതിനോട് ചേർത്ത് അവന്റെ പടപ്പിനെ പറഞ്ഞു. ആരാണ്? അള്ളാന്റെ റസൂലിനെ. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാന്റെ റസൂലിനെ തന്നെയാണ് പറഞ്ഞത്. അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, നീ ശിർക്ക് ചെയ്തോന്നാണ്. വാക്കിൽ, അത് വലിയ ശിർക്കല്ല, വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. എങ്ങനെ പറയേണ്ടത്? മാ ഷാ അല്ലാഹു സുമ്മ ശിഅ്ത. അള്ളാഹുവും പിന്നെ നിങ്ങളും എന്ന് പറയണം. അള്ളാഹുവും നിങ്ങളും എന്ന് അള്ളാഹുവിനോട് ചേർത്ത് പറയരുത്. അള്ളാഹു പിന്നെ നിങ്ങളും. കാരണം ആദ്യം അള്ളാഹുവിനാണ് സ്ഥാനം, ആദ്യം അള്ളാഹുവിനാണ് മഹത്വം. അവനേക്കാൾ മഹത്വമുള്ള പരാമർശിക്കാൻ അവനോടൊപ്പം മഹത്വമുള്ള ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം അള്ളാഹുവിന് പ്രയോറിറ്റി കൊടുക്കണം, പരാമർശത്തിൽ പോലും. അതില്ലെങ്കിൽ അത് വാക്കുകൊണ്ട് സംഭവിക്കുന്ന ശിർക്കാണ്. ഇത് നമ്മുടെ നാട്ടിലെ തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തീരെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. അള്ളാഹു നിങ്ങളും എന്നു പറയുന്നതിനപ്പുറത്ത് അള്ളാഹിനെ തന്നെ പറയാത്ത അവസ്ഥയാണ്. നോക്കൂ, നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയാൽ നിങ്ങളെ കൊണ്ടാണ് അത് കിട്ടിയിട്ട്, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിലേ എന്റെ കാര്യം കട്ടപ്പുകയായിരുന്നു. നമ്മളൊരു അപരിചിതമായ നാട്ടിലൂടെ യാത്ര പോവാണ്. യാത്രക്കിടക്ക് നമ്മളെ വണ്ടി ഒന്ന് മുമ്പിലുള്ള വണ്ടിയെ തട്ടി. ഞാൻ ഉദാഹരണം ഓർമ്മ എന്ന് പറയാണ്. നമ്മുടെ വാഹനം മുമ്പിലുള്ളൊരു വാഹനത്തെ തട്ടി. സംസാരമായി, ആളുകൾ കൂടി. വണ്ടി പിന്നിന്ന് പോയി മുമ്പിലുള്ള വണ്ടിന്റെ പിന്നിൽ നമ്മളെ വണ്ടി കുത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്വം പേരേണ്ടത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആളുകൾ ഹുക്കും പറയാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നാട്ടിലെ കാര്യപ്പെട്ട ഒരു വ്യക്തി, നമ്മുടെ ചങ്ങായിയാണ്. അയാള് യാദൃശ്ചികമായി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം ഇടപെടുന്നു, രംഗം സോൾവ് ആക്കുന്നു. 10 പൈസ കൊടുക്കാതെ നമ്മൾ കഴിച്ചിലായി. നമ്മൾ മൂപ്പരോട് പറഞ്ഞു, ഇജ്ജ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ടപ്പുകയായിരുന്നു. ആൾക്കാരിനെ കൈവച്ചതിന് എന്റെ പൈസ പോയിരുന്നു. എന്താണ് ഈ പ്രയോഗം? അവിടെ അള്ളാനെ പറയുക പോലും ചെയ്തിട്ടില്ല. അള്ളാനോട് ചേർത്ത് അള്ളയും അള്ളാന്റെ ഇടപെടലും ഈയും വന്നുകൊണ്ട് കഴിച്ചിലായി എന്നല്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ തന്നെ വാക്കുകൊണ്ടുള്ള ശിർക്ക. ആ സമയത്ത് അള്ളാനെ പോലും പറയാതെ ഈ വന്നുകൊണ്ട് നമ്മൾ കഴിച്ചിലായി എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ തൗഹീദിന്റെ കനം? എത്ര രംഗങ്ങളിലാണ്. ബസ് ചീറിപ്പായുന്ന ബസ്സിൽ നമ്മൾ തിരക്കുള്ള ബസ്സിൽ കയറിപ്പോവാണ്. തലനാരിഴക്ക് ഡ്രൈവറുടെ സാഹസികത കാരണമാക്കി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ആ ഡ്രൈവറിന്റെ കഴിവില്ലായിരുന്നെങ്കിൽ, ആ ചങ്ങായി അപാര ഡ്രൈവിംഗ് ആണ്, അയാളുടെ ആ വളക്കലില്ലായിരുന്നെങ്കിൽ നമ്മൾ തീർന്നേനെ, ബസ് തകിട് പൊടിയായനെ. നമ്മൾ പറയാറുള്ളതാണ്. എവിടെ കൊണ്ടുപോയി വെച്ച അള്ളാഹുവിനെ? ഇതിനപ്പുറത്ത് മാരകമായ രോഗം, ചെയ്യാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു, പോകാനുള്ള ഡോക്ടർമാരൊക്കെ കണ്ടു, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അലോപ്പതിയും ആയുർവേദവും നാച്ചുറോപ്പതിയും എല്ലാം ചെയ്തു, ഒരു കുറവില്ല. അവസാനം അള്ളാഹു നമ്മുടെ രോഗത്തിന് ശമനമായി കാരണമായി നിശ്ചയിച്ച ഒരു ഡോക്ടർ, ശമനത്തിന് കാരണമായി നിശ്ചയിച്ച ഒരു ഡോക്ടർ, അയാളുടെ ചികിത്സ, അയാളുടെ മരുന്ന് അവിടെ എത്തി. അതെടുത്തു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ രോഗം ശിഫയായി. എന്നിട്ട് പറയാം, ആ ഡോക്ടർ അടുത്ത് പോയില്ലായിരുന്നെങ്കിൽ എന്റെ അസുഖം മാറൂലായിരുന്നു. അയാളുടെ മരുന്നുകൊണ്ടാണ്, അയാളുടെ ചികിത്സ കൊണ്ടാണ് എന്റെ അസുഖം മാറിയത്. എവിടെ കൊണ്ടുപോയി വെച്ച അള്ളാഹുവിനെ? ഇത് തൗഹീദോ? ആ ഡോക്ടറാണ് എന്റെ അസുഖം മാറ്റി. അല്ലെങ്കിൽ തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന ഒരു ഡോക്ടർ പറയാണ്, ഒരു മുസ്ലിമായ ഡോക്ടർ പറയാണ്, ഡോക്ടറെ കാലങ്ങളായിട്ട് ഒരു എത്തും പിടിയില്ല, എന്താണ് അസുഖം? ഭയങ്കര ക്ഷീണം, എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പിടുത്തമില്ല. എന്താ നിങ്ങളെ പ്രശ്നം? സിംറ്റംസ് ഒക്കെ ചോദിച്ചറിഞ്ഞു. നിങ്ങളെ അസുഖം ഞാൻ മാറ്റിത്തരാം. ആരാണത് പറയാൻ? അവൻ
ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ അല്ലാഹുമ്മ അൻത ശാഫി. ഇതാണ് തൗഹീദുള്ളവന്റെ ഭാഷ. എത്ര തവണയാണ് നമ്മുടെ നാവിലൂടെ പച്ച ശിർക്കും കുഫറും തുളുമ്പുന്ന വാചകങ്ങൾ പുറത്തു വരുന്നു? നമ്മൾ ചിന്തിക്കലുണ്ടോ? ഭാവിയിൽ നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു പ്രവർത്തനം അതിലേക്ക് ചേർത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ സംഘടനകളും കൂട്ടായ്മകളും അവരുടെ ദഅവത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെയും സാഹസികതകൾ പറയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ അതുകൊണ്ട് ഇത്ര ആളുകൾ കൂടി അള്ളാഹുവിന്റെ തൗഫീഖിനാൽ എന്ന് പറയുന്ന പരാമർശങ്ങൾ കുറവായിരിക്കുന്നു. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കില്ല, അതിനാളല്ല ഞാൻ. കുറവായിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മസ്ജിദ് വരുന്നുണ്ട്. നമ്മുടെ മസ്ജിദ് അടുത്ത സമീപ ഭാവിയിൽ ഉയരും ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മടിക്കുന്ന, അതല്ലെങ്കിൽ ആ പറയാൻ സാധിക്കാത്ത എത്ര സമയം നമ്മുടെ നാവിലൂടെ കടന്നുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാഷാ അല്ലാഹ് നമ്മൾ ആ പറയുന്ന ഓരോ വേളയിലും ഇത് പറയാറുണ്ടോ? നമ്മൾ ഇതിനപ്പുറത്തുള്ളവരിലേക്ക് നമ്മളിലേക്ക് നോക്കും. നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനത്തിലെ നിലവാരം അറിയിക്കുന്ന എന്തെങ്കിലും സ്കൂളിൽ നിന്നോ അതല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ സമ്മാനമോ ഉപഹാരമോ കിട്ടിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് എന്റെ മോന് നല്ല മാർക്ക് കിട്ടി, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ കുട്ടി പഠിച്ചു ഷാറായി. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളുടെ കാതിൽ ഓതി കൊടുക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നിസാർ ഏതു നിഅമത്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ തൗഫീഖിൽ നമുക്ക് ലഭിക്കുക ഏത് നിഅമത്താണ്? നമ്മുടെ കണ്ണിന്റെ ഓരോ രോമങ്ങളും, നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും അള്ളാഹു നൽകിയ നിഅമത്തല്ലേ? അതെടുത്തു പറയുമ്പോൾ അള്ളാഹിനെ പറയാതിരിക്കുന്ന എത്ര വലിയ ധിക്കാരമാണ്. അവനോട് ചേർത്ത് പടപ്പുകളെ പറയുന്നത് പോലും വാക്കുകൊണ്ടുള്ള ശിർക്കാണെങ്കിൽ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം അംഗീകരിക്കുന്നവർക്ക് യോജിച്ചതല്ല അത്, മുവഹിദുകൾക്ക് യോജിച്ചതല്ല അത്. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ ഇതൊക്കെ പറയാം? ഒരു ഡോക്ടറുടെ ചികിത്സ കാരണമായി നമ്മൾ അസുഖം മാറിയെങ്കിൽ ആ ഡോക്ടറുടെ ചികിത്സ കാരണമായി അള്ളന്റെ അസുഖം മാറി. ക്രെഡിറ്റ് മുഴുവൻ അള്ളാഹ്ക്ക്, ഇയാള് കേവലം കാരണം മാത്രം. അള്ളാഹ് ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോയാൽ നിനക്ക് എന്തെങ്കിലും ഒരു ശിഫ കിട്ടും? ഇല്ല, ഒരിക്കലുമില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത തത്വമാണിത്. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. അറിയുക മോനെ, ഈ സമൂഹം ഒന്നടങ്കം, നീയല്ലാത്ത എല്ലാവരും ഉണ്ട് അപ്പുറത്ത്, നിനക്കൊരു നന്മ ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹ് നിനക്ക് രേഖപ്പെടുത്തിയ നന്മയല്ലാതെ ആരൊക്കെ അപ്പുറത്ത് തടിച്ചുകൂടിയാലും തലകുത്തി മറിഞ്ഞാലും ശരി, നിനക്ക് നന്മയായി ലഭിക്കില്ല. എത്ര വലിയ ഡോക്ടറാണെങ്കിലും. ഒരു ഡോക്ടർമാരുടെ സമൂഹം മുഴുവനുണ്ടെങ്കിലും ലോകത്തുള്ള നാനാ ഡോക്ടർമാർ അപ്പുറത്താണ് ഇരുന്നാലും നിന്റെ അസുഖം മാറില്ല. അള്ളാഹ് ശിഫ എന്ന് രേഖപ്പെടുത്തിയ അസുഖമാണെങ്കിൽ മാറുമോ? അതാണ് അള്ളാഹ്ക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹു ആ ഡോക്ടർ കാരണമായി, അയാളുടെ മരുന്ന് കാരണമായി, സബബായി എന്റെ അസുഖം മാറ്റി എന്നാണ് പറയുന്നത്. അള്ളാഹു നിങ്ങളുടെ ഇടപെടൽ കാരണമായി നമ്മളെ കഴിച്ചിലാക്കി. അള്ളാഹു അയാളുടെ പ്രവർത്തനം കാരണമായി എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ ഇടപെടൽ കൊണ്ട്, നിങ്ങളുടെ ഇടപെടൽ കാരണമായി അള്ളാഹു എനിക്ക് അനുഗ്രഹം നൽകി, അല്ലെങ്കിൽ എനിക്ക് ആ സംഗതി സാധിച്ചു. ദുനിയാവിൽ എന്തെങ്കിലും നമുക്ക് ഗവൺമെന്റ് തലത്തിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്തിനെയോ വില്ലേജിനെയൊക്കെ സമീപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡ് മെമ്പറിനോട് നിങ്ങളാ റെക്കമെൻഡേഷൻ ആണ് കേട്ടോ നമുക്ക് സാധനം കിട്ടിയ ആ പേപ്പർ അങ്ങ് നീങ്ങി കിട്ടി, നമുക്ക് പെർമിഷൻ കിട്ടിയത് നിങ്ങളെ ഇടപെടലാണ് കേട്ടോ സെക്രട്ടറി, അല്ലെങ്കിൽ പിന്നെ നേതാവിനോട്, രാഷ്ട്രീയക്കാരനോട് പറയാണ് നിങ്ങളെ റെക്കമെൻഡേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇടപെടലാണ്. പറയാൻ പാടില്ല. അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പോലും പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് കാര്യം എളുപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ സൃഷ്ടികളോട് ചേർത്ത് ഒരു നിലക്കും പരാമർശിക്കാൻ പാടില്ല. അത് വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. അതിനപ്പുറത്ത് അള്ളാഹുവിനെ തന്നെ പരാമർശിക്കാതിരുന്നാൽ അത് കുഫറിലേക്ക് നമ്മൾ എത്തിക്കും. തൗഹീദുള്ളവനെന്ന് അഭിമാനിയായി ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത് കുഫറിലേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ അറിയാതെ സംഭവിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിർത്തിയാലോ?
ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം ബാറക നബിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത